എല്ലാവർക്കും ഇന്നത്തെ കോമ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സെൻട്രൽ ഒഹായോ മലയാളി അസോസിയേഷൻ, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അസോസിയേഷൻ ആവുന്നതിന് മുന്നേ ഇതിന് പിന്നിൽ ഒരു ചെറിയൊരു കൂട്ടായ്മയും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനായിട്ട്, അതായത് കോമ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഈ ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മുടെ അസോസിയേഷൻ തുടങ്ങിയത് 2007 അന്ന് മുതൽ നമ്മുടെ കൂടെ ഈ 2025 വരെയുള്ള കുറച്ച് പേര് എക്സ് പ്രസിഡൻസ് കുറച്ച് പേര് നമ്മുടെ കൂടെ ഇന്ന് കൂടിയിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ അവരുടെ ഒരു പരിചയപ്പെടലിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാനും അശ്വതിയാണ്. ഞാൻ അഞ്ജന. ഹായ്. ഇന്നത്തെ സെഷൻ നമ്മുടെ പ്രസിഡൻസിൻ്റെ കൂടെ ആണെങ്കിലും ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻസിൽ ഒരുപാട് വേറെ മെമ്പേഴ്സും ഉണ്ടാവും, അതുപോലെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഇവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം. ഇന്ന് നമ്മുടെ ഈ പാനലിൽ വന്നിട്ടുള്ള എക്സ് പ്രസിഡൻസ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രദീപ് രാമചന്ദ്രൻ 2007 to 2009, മഞ്ജുള നായർ 2010, ഹരി നാരായണസ്വാമി 2012, ജിജി മാത്യു 2014, അജയൻ ജനാർദ്ദനൻ 2017, വത്സൻ പാലിക 2018, പ്രിയ പ്രവീൺ 2020, ഷിബു നായർ 2023, പിന്നെ നമ്മുടെ ഉണ്ണി മാവത്ത്, ഉണ്ണി അങ്കിളുണ്ട്. അങ്കിളാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോമയുടെ സ്ട്രക്ചേർഡായിട്ട് നമ്മുടെ ഈ ഓർഗനൈസേഷന് മുന്നേ ഒത്തിരി മുന്നേ നമ്മുടെ കോമ അസോസിയേഷനായിട്ടില്ലെങ്കിലും തുടങ്ങി വെച്ചതിൽ ഒരു ആളാണ് ഉണ്ണി അങ്കിൾ. അപ്പോൾ ഉണ്ണി അങ്കിളിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഉണ്ണി. കോമ ഫോർമലായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കുറച്ച് മലയാളി ഫാമിലീസ് 4-5 പേരെ അന്ന് കൊളംബസിലുണ്ടായിരുന്നുള്ളൂ. ഉഷ രാജൻ എന്നൊരു പെൺകുട്ടിയാണ് ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. ആദ്യമായിട്ട് ഓണം കൂടിയത് ഗവർണർ സ്ക്വയർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലബ് ഹൗസിൽ വെച്ചായിരുന്നു. അന്ന് ഞങ്ങൾ 4-5 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 5-6 OSUവിലെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തു. പിന്നെ കുറേ IT പ്രൊഫഷണൽസ് വരാൻ തുടങ്ങി, IT ഇൻഷുറൻസ് പ്രൊഫഷണൽസ്. അങ്ങനെ കുറേ കൂടി ആൾക്കാർ വന്നപ്പോൾ ആ ക്ലബ് ഹൗസിൻ്റെ സ്ഥലം പോരാത്തതുകൊണ്ട് ഒരു ബാങ്കിൻ്റെ, ഡബ്ലിനുള്ള ഒരു ബാങ്കിൻ്റെ ബേസ്മെൻറ്റിൽ നടത്തി. അതിനുശേഷം ഒരു ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടത്തി. അങ്ങനെ കുറേ കൂടി വിപുലമായിട്ട് നടത്താൻ തുടങ്ങി. അതിലും കുറേ കൂടി ആൾക്കാർ കൂടിയപ്പോൾ അത് പോരാ, അതിൽ നിന്ന് കുറേ കൂടി സ്ഥലം വേണമെന്ന് വന്നതുകൊണ്ട് പിന്നെ സ്കൂളിൻ്റെ ഓരോ ഓഡിറ്റോറിയത്തിൽ നടത്താൻ തുടങ്ങി. അന്ന് സ്കൂൾ നടത്തുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഒരുമാതിരി ഓണം കോമ അൺഒഫീഷ്യലായിട്ട് അന്ന് നടത്തിക്കൊണ്ട് വന്നിരുന്നു. അന്ന് പ്രധാനമായിട്ടും വെറും ഓണം, ക്രിസ്മസ്, അത് രണ്ടും മാത്രമേ ഞങ്ങൾ സംഘടിച്ചിരുന്നുള്ളൂ. അന്ന് പ്രധാനമായിട്ടും വലിയ കൾച്ചറൽ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പാട്ട് പാടുന്ന പാട്ടുകാരുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ പിരിയും. അതും കഴിഞ്ഞതിന് ശേഷം കുറേ കൂടി വിപുലമായിട്ട് നടത്തിയത് വർത്തിങ്ടണിലെ ഒരു ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു. അന്ന് 2 ജാനകി എന്നൊരു പെൺകുട്ടി, ആൾ ഇന്ത്യ റേഡിയോയിലൊക്കെ വളരെ ഫേമസ് ആയ പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഭരതനാട്യം. അവരിപ്പോൾ ഷിക്കാഗോയിലാണെന്ന് തോന്നുന്നു. വളരെ നല്ല ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അതോടുകൂടി ഓണത്തിന് കുറേ കൂടി, ഓണം കോമയ്ക്ക് കുറേ കൂടി പ്രസിദ്ധി കിട്ടി. ഇവിടുത്തെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടറെ വിളിച്ച് അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ആദ്യത്തെ 2-3 പ്രാവശ്യം. അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി, ഹേമാന്നോ എന്തോ ആണ് പേര്, ആ കുട്ടി വലിയ ഡാൻസുകാരിയായിരുന്നു. ആ കുട്ടി വന്നപ്പോൾ ഓണത്തിന് അതിലും കൂടുതൽ
പ്രസിദ്ധി കിട്ടി. 2 ഡാൻസുകാർ, അത് ഓൾ ഇന്ത്യ റേഡിയോയിലും മറ്റും ഡാൻസ് ചെയ്ത് പ്രസിദ്ധി വാങ്ങിയ ആ 2 പെൺകുട്ടികളായിരുന്നു അന്ന് പ്രധാനമായിട്ടും ഈ ക്രിസ്മസിനും ഓണത്തിനും വേണ്ടി വളരെയധികം പ്രവർത്തിച്ച് അതിനൊരു വിജയത്തിന് വേണ്ടി വിജയം നടത്തിക്കൊണ്ട് വന്നത്. പിന്നെ 2007 ഇന്നത്തെ ഫോർമൽ ഓണം, ഇന്നത്തെ ഫോർമൽ കോമ ഓർഗനൈസ് ചെയ്തത്. ഇതിനു മുമ്പ് ഈ കോമ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്താണ് എങ്ങനെ ഒരു ഫോർമലായിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് അതിന് വേണ്ട IRSൻ്റെ പെർമിഷനും ഒഹായോ സ്റ്റേറ്റിൻ്റെ പെർമിഷനൊന്നും കിട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്ര കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ കുറേ കൂടി ഫോർമലായിട്ട് സ്ട്രക്ചറായിട്ടുള്ള ഓർഗനൈസേഷൻ വേണമെന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. അന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഞങ്ങൾക്കുണ്ടായ അത്ര വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് 2007 വരെ ഇങ്ങനെ ഇൻഫോർമലായിട്ട് ആരുടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ക്ലബിലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബേസ്മെൻറ്റിലോ ആണ് നടത്തിയത്. 2007 ആദ്യമായിട്ട് ഓണം ഫോർമലായിട്ട് ഫോർമലായിട്ട് ഓർഗനൈസ് ചെയ്തത്. അതിനു വേണ്ടി പ്രവർത്തിച്ചത് പ്രദീപ്, ശിവൻ, അങ്ങനെ 2-3 ഫാമിലീസാണ് വളരെ അതിനുവേണ്ടി ബംഗാൾ അവരൊക്കെ ഈ കോമഡി ഇതിൽ IRSൻ്റെ പെർമിഷനൊക്കെ കിട്ടാൻ ബംഗാൾ കുറേ അധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള ഫോം ചെയ്തത്. അതിനുശേഷം എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർ പറയും. താങ്ക് യു ഉണ്ണി അങ്കിൾ. അപ്പോൾ 2007 മുതൽ ഉള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്രദീപുണ്ട്. പക്ഷേ അതിനു മുന്നേ നമുക്ക് പ്രദീപിൻ്റെ ഒരു പാട്ട് കുറച്ച് കേൾക്കാം. പ്രദീപ് ഒരു നല്ലൊരു ഗായകനാണ്. അപ്പോൾ പ്രദീപിൻ്റെ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. ഇതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പണിഷ്മെൻ്റ് ആണ്. പക്ഷെ അത് ഞാൻ നോക്കാം. ഞാൻ എക്സ്പെർട്ട് ഗായകനൊന്നുമല്ല. പഴയൊരു പാട്ടായിക്കോട്ടെ. സുറുമയെഴുതിയ മിഴികളെ മധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. I think that's good enough. അപ്പോൾ ഉണ്ണി അങ്കിൾ പറഞ്ഞ മാതിരി 2007 വരെയുള്ളൊരു ബ്രീഫ് ഹിസ്റ്ററി നിങ്ങൾ കേട്ടല്ലോ. 2007 തുടക്കത്തിലൊക്കെ വോളണ്ടിയർ കമ്മിറ്റ്മെൻറ്റ്സ് കുറഞ്ഞു തുടങ്ങി. അപ്പം ഒരു ഓണം പോലും നടത്താൻ പറ്റുമോ എന്നുള്ള സംശയമുള്ള സിറ്റുവേഷനായി. അപ്പം ഞങ്ങൾ മെയ് ജൂൺ ജൂലൈയിൽ പറഞ്ഞ് ഓണം നടത്തണമെങ്കിൽ സെപ്റ്റംബറിൽ നടത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊരു വീട്ടിൽ ബേസ്മെൻറ്റിലോ ഒരു ഹാളിൽ കൂടിയിട്ട് കോൺടംപ്ലേറ്റിങ് ഇതൊരു ഒഫീഷ്യലായിട്ട് തുടങ്ങിയാൽ കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റ് കാണും ആൾക്കാർക്കെന്ന് പറഞ്ഞിട്ട് എന്നാൽ നമുക്കൊരു ഒഫീഷ്യൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വോളണ്ടിയർ ടു ബി ദ ഫസ്റ്റ് പ്രസിഡൻറ്റ്. അപ്പോൾ അത് 2 മാസം ഓണം കഴിഞ്ഞിട്ട് അപ്പോൾ ഓണം വോളണ്ടിയേഴ്സ് വെച്ച് ചെയ്തു. പിന്നെ നവംബറിൽ കേരള ഡേ November 1 അങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് ആദ്യത്തെ പ്രോഗ്രാം കോമ എന്നുള്ള പേരിൽ ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ആ വർഷം ക്രിസ്മസ് ചെയ്തു. പിന്നെ 2008 2009 ഈ ഓർഗനൈസേഷൻ ശരിക്കും എന്താ പറയുക സ്റ്റേബിൾ ആവാൻ തുടങ്ങി. ഇനിഷ്യലി ഇറ്റ് വാസ് റോക്കി. ബാങ്ക് അക്കൗണ്ട് ഇല്ല, വെബ്സൈറ്റ് ഇല്ല, ഇമെയിൽ അഡ്രസ് ലിസ്റ്റ് ഇല്ല, അങ്ങനെ പലതും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പും AC-യും ഒരുപാട് സപ്പോർട്ടേഴ്സും കൂടെ ഇരുന്നിട്ട് വി ക്രിയേറ്റഡ് ദ ബിഗിനിങ്സ് ഓഫ് കോമ. ഒരു യാഹു വെബ്സൈറ്റ് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാക്കി, അങ്ങനെ പലതും ജസ്റ്റ് പുട്ടിങ് സം സ്ട്രക്ചർ ഇൻ ടു ദി ഓർഗനൈസേഷൻ. അങ്ങനെ തുടങ്ങി. 2008 2009 ഞാൻ പ്രസിഡൻ്റ് ആയിരുന്നു. 2010 മഞ്ജു ടുക്ക് ഓവർ. അപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഒന്നുമില്ല, ഒരു സോളിഡ് ബേസ് ഇല്ലാണ്ട് തുടങ്ങിയിട്ടും ആഫ്റ്റർ 17 or 18 years ദിസ് ഓർഗനൈസേഷൻ ഇസ് കണ്ടിന്യൂയിങ്. തുടക്കത്തിൽ കോമ എന്നുള്ള പേര് വേണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിവേ വി സ്റ്റക്ക് വിത്ത് ഇറ്റ്. ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റണം എന്ന് പറയും. ഐ തിങ്ക് വി ആർ സ്റ്റിൽ ഓപ്പൺ ടു സജഷൻസ്. മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ അറ്റ് സം പോയിന്റ്. പക്ഷേ it is such an invigorating ഒരു sense of accomplishment for all of us sitting here and everybody watching that it started off
വെരി റോക്കി സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറ്റ് ബിക്കം സച്ച് എ സ്റ്റേബിൾ ഹ്യൂജ് ഓർഗനൈസേഷൻ. ഈ കഴിഞ്ഞ ഓണത്തിന് ഐ തിങ്ക് ലൈക്ക് ഓൾമോസ്റ്റ് 600 പീപ്പിൾ കം ഫോർ ദ ഇവൻറ്റ്. സോ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ ആൻഡ് ഐ വിൽ ഹാൻഡ് ഇറ്റ് ഓവർ ടു ദി ആങ്കേഴ്സ്. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ടിക്കറ്റ് സെയിൽസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺലൈൻ വഴിയായിരുന്നോ അതോ ലൈക്ക് വാക്കിൻസ് ഉണ്ടായിരുന്നോ? അതുപോലെ ഫുഡ് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തിരുന്നത്? ഇന്നത്തെ കാലത്തെ പോലെ കേറ്ററിംഗ് ആയിരുന്നോ? അതൊക്കെ ഒന്ന് പറയുമോ? ഒരു മിക്സ്ചർ ആയിരുന്നു. ബിക്കോസ് ആ വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അന്നത്തെ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അത് വെബ്സൈറ്റ് വഴി ഫോംസ് വഴി കളക്ട് ചെയ്യാനൊക്കെ മിക്കവാറും എല്ലാവരും വിളിച്ചിട്ട് ഫോൺ, ഇപ്പോൾ ഞാനൊരു 10 പേര് ഫാമിലീസിനെ വിളിക്കും, വേറെ ആരെങ്കിലും വേറെ 10 ഫാമിലീസിനെ വിളിക്കും. അങ്ങനെ വി സ്റ്റാർട്ടഡ് കളക്ടിങ് ദി RSVPs. വരുമ്പോൾ വെന്യൂവിൽ വരുമ്പോൾ അവർ പൈസ തരും അറ്റ് ദ കൗണ്ടർ. അതിൻ്റെ കൂടെ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഒട്ടും പൈസയില്ല, ബാങ്കിൽ $0 ആണ്, എന്തെങ്കിലും ഒരു $5 എക്സ്ട്രാ തരാമോ എന്ന് ചോദിച്ചാൽ മിക്കവാറും തരും. ഒരാൾ $50 എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്, വിച്ച് വാസ് സോ ഗുഡ്. ബിക്കോസ് അത് വെച്ചിട്ടാണ് ഞങ്ങൾ വി ഹാഡ് ടു ബൈ തിങ്സ്, ഫുഡും ഒക്കെ. ഫുഡ് വാസ് മോസ്റ്റ്ലി ആദ്യമൊക്കെ തുടക്കത്തിൽ പോട്ട്ലക്ക് പോലെ ആയിരുന്നു. പിന്നെ വി കുഡ് നോട്ട് മാനേജ് ദാറ്റ്. 100 പേര് കഴിഞ്ഞപ്പോൾ വി സെഡ് വി കാൻ ഡു ദാറ്റ്. പിന്നെ കേറ്ററിങ്ങിലോട്ട് മാറി. വി സ്റ്റാർട്ടഡ് ഡിവേഴ്സ്, പല ലോക്കൽ കേറ്ററേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം അന്നൊക്കെ നിങ്ങൾ ഇപ്പം നമുക്കിപ്പം മീറ്റ് ചെയ്യാനായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോൾസ് ചെയ്യാം, സൂം മീറ്റിംഗ് ചെയ്യാം, ടീംസ് മീറ്റിംഗ് ചെയ്യാം. അന്നത്തെ മീറ്റിംഗ്സ് ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? മഞ്ജു, നിങ്ങളൊക്കെ ഇൻ പേഴ്സൺ മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത് ആ മീറ്റിംഗ്സ് ഒക്കെ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫോൺ വഴി കോൺഫറൻസ് കോൾസ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ, ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ പേഴ്സൺ. എല്ലാവർക്കും ഇല്ല, സൗകര്യം ഇല്ലെങ്കിൽ ഫോൺ കോൺഫറൻസ് കോൾ ആയിരുന്നു, ഇഫ് ഐ റിമെമ്പർ. അന്ന് വേറെ ഇപ്പോഴത്തെ ഉള്ളതൊന്നും ഇല്ലല്ലോ, അന്ന് ഈ കൊളാബറേഷൻ ടൂൾസ് ഒന്നും ഇല്ലല്ലോ. സോ അതൊക്കെ തന്നെയായിരുന്നു മീറ്റിംഗ് കാര്യങ്ങൾ. അഗൈൻ പ്രദീപ് പറഞ്ഞ പോലെ ഇറ്റ് വാസ് evolving. It was such at an infancy state, right, our organization. So 2 event ഒക്കെ നടത്തുന്നത് തന്നെ വലിയ accomplishments ആണ് and back in the day. So if I remember, that's how we used to meet and plan. Mostly in person, yeah. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ഒരു അസോസിയേഷനിൽ ഒരു പ്രോഗ്രാം നടത്തുന്നത് ചെറിയ കാര്യമല്ല. ഓണം സ്പെസിഫിക്കലി വലിയ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ടെൻഷൻ അടിച്ച ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ അയ്യോ ഇതിനി എന്ത് ചെയ്യും എന്നൊരു ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഹരി പങ്കുവയ്ക്കാമോ? തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. എല്ലാം മോസ്റ്റ്ലി പോട്ടിലൊക്കെ ആയിരുന്നു. അന്ന് ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സ്പോയിലായ ഫുഡ് കൊണ്ടുവരും വൈകുന്നേരം. സോ വി ഹാവ് ടു ടേസ്റ്റ് ദ ഫുഡ് ബിഫോർ വി സെർവ്, പോട്ടിലൊക്കെ ആണെങ്കിലും. ദാറ്റ് ഈസ് വൺ തിങ്. അതുപോലെ പക്ഷേ ഏറ്റവും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുള്ള സംഭവം ഏത് കമ്മിറ്റിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളിവിടെ ഡബ്ലിനിൽ വെച്ചായിരുന്നു ഈവൻറ്റ്. ചോറ് വന്നില്ല ഓണത്തിന്, ഫുഡ് ഡെലിവർ ആയില്ല. ഫുഡ് ഡെലിവറി ചെയ്യുന്ന ട്രക്ക് പുറപ്പെട്ട് സിൻസിനാറ്റി കൊണ്ട് ഡെലിവർ ചെയ്ത് പതുക്കെ കൊളംബസിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടാണ് ഓണത്തിൻ്റെ ലഞ്ച് അറൈവ് ആയത്. ഓൾമോസ്റ്റ് 1:30, 1:45. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ആൾക്കാരുടെ പെർട്ടർബേഷനും ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി അവരുന്ന് സമാധാനം വെച്ച് നിർത്തി. കുട്ടികൾ വിശപ്പെട്ടായിരുന്നു, പിസ്സ വരുത്തി അവർ കുട്ടികൾ ഫീഡ് ചെയ്ത്. ദാറ്റ് വാസ് എ ബിഗസ്റ്റ് വൺ. ബിക്കോസ് ഇത് വരുന്ന സിറ്റുവേഷൻ അറിയില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കേടുവന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ ലെസൺ ലേൺഡ്. ബട്ട് നമ്മുടെ ആൾക്കാർ വൺ തിങ് ഐ വിൽ സേ ഈസ് വെരി സപ്പോർട്ടീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ വളണ്ടിയർ ചെയ്ത് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പൊതുവേ there is always that feeling. I hope that lingers. Like there was no finger pointing, there was no pulling somebody down. That just could happen to anybody. അങ്ങനത്തെ ഒരു സപ്പോർട്ടിങ് നേച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തരണം ചെയ്തത് പോലത്തെ ഡിഫിക്കൽട്ടീസ്. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ല എന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ഇവർ കോമയുടെ ഏതെങ്കിലും ഒരു ഇയറിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പോയൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നോ എന്നായിരുന്നു. അപ്പം അതാണ് ഹരി ഇപ്പം ആൻസർ ചെയ്തത്. അത് കേൾക്കാമെന്ന് വിശ്വസിക്കണു. ഇഫ് നോട്ട് നിങ്ങൾ പറയണം ഫീഡ്ബാക്ക്. നമുക്കിതുപോലെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. താങ്ക് യു. ഹരി ചേട്ടൻ പറഞ്ഞ മാതിരി അതൊരു വല്ലാത്ത പ്രഷറാണ്. ഫുഡ് കറക്റ്റ് ടൈമിന് വരുന്നില്ല അല്ലെങ്കിൽ കേടുവന്നു എന്നൊക്കെ പറയണത്. സോ എത്രത്തോളം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഓക്കെ ഇനി ഒരു തരത്തിൽ ചോദിച്ചു, ഒരു ഷിബു
എന്തായിരിക്കും ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്തായിരിക്കും നിങ്ങളുടെ ഒരു അസോസിയേഷൻ്റെ ടൈമിൽ നിങ്ങൾ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ടെക്നോളജി വൈസ് ഞങ്ങൾ ആ സമയത്ത് കൂടുമ്പോൾ ഇന്ന ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ മോർ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ യൂസ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നത് അരവിന്ദാണ്. താങ്ക് യു അരവിന്ദ്. ഒരു കാര്യം ചെയ്യാൻ ചിന്തിച്ചിട്ട് കിട്ടാതിരുന്നതെന്ന് പറയുന്നത് ഓണത്തിനൊരു ആനയെ കൊണ്ടുവന്ന കൊള്ളുന്നുണ്ടായിരുന്നു. അത് നടന്നില്ല. മേ ബി അത് നെക്സ്റ്റ് ടൈം ഒന്ന് നോക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ്. അല്ലാതെ സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ കോമയ്ക്ക് അല്ലെങ്കിൽ മലയാളി അസോസിയേഷൻ്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് കമ്പയർഡ് ടു എനി അതർ ഇന്ത്യൻ അസോസിയേഷൻസ് ഈസ് ലൈക്ക് ഓണം, അതിൻ്റെ അത് സദ്യ വിളമ്പുക, അതിൻ്റെ നമ്പർ ഓഫ് വിഭവങ്ങൾ സെറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ചലഞ്ച്. സോ എനി ഇഷ്യൂസ് അത് വരുന്നതെന്ന് പറയുന്നത് മോസ്റ്റ്ലി ഐദർ ഫുഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓണത്തിൻ്റെ ഇതിന് തന്നെ ആയിരിക്കും. നമ്മുടെ സമയത്തൊരു ചലഞ്ച് എന്ന് പറയാനായിട്ട് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഒരു ചാരിറ്റി ഇവൻറ്റും മുതുകാടുമായിട്ട് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നടത്തിയത് ആ ഓണം. സോ അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു മെയിൻ ഗസ്റ്റിനെ ഓണത്തിന് കൊണ്ടുവരുന്ന എനിക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആ സമയത്ത്. സോ ദാറ്റ് വാസ് എ ചാലഞ്ച്, ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് ഇൻ പാരലൽ ആൻഡ് ദോസ് ആക്ടിവിറ്റീസ്. സോ അതൊരു ചലഞ്ചായിരുന്നു. പിന്നെ ഈ ഫുഡിൻ്റെ പോലത്തെ ചലഞ്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് നമുക്കും, പക്ഷേ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിങ്. കഥകൾ ഒരുപാടുണ്ട്. പിന്നെ വേറൊന്നും ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചത് ഒരു മെഗാ സ്റ്റേജ് ഷോ കൊണ്ടുവരണമെന്നൊരു ഇതുണ്ടായിരുന്നു, അത് നടന്നില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് അഗെയിൻ നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതൊന്നും തന്നെയായിരുന്നു അത്. ദാറ്റ്സ് ഓൾ. വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ പ്ലീസ് ലെറ്റ് us know. നമ്മൾ അടുത്തത് ഇപ്പോൾ ടീമിനകത്ത് ഒരു ഇപ്പോൾ കമ്മിറ്റി തന്നെയല്ല, നമ്മൾ എവിടെ പോയാലും എവിടെ ഒരു ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഒരു ടീം കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ കൂടുമ്പോൾ എപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാം. അപ്പോൾ ടീമിനകത്ത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വത്സൻ അതിനെപ്പറ്റി ഒന്ന്. തീർച്ചയായിട്ടും അത് പറയുന്നതിന് മുമ്പേ ഷിബുവിൻ്റെ സ്വപ്നം കൊള്ളാം, ഒരു ദിവസം നമുക്ക് ആനയും അമ്പാരിയൊക്കെ ആയിട്ട് ഓണത്തിൽ കൂടാന്ന് വിചാരിക്കാം. അതുപോലെ ഞാൻ കുറേ വർഷമായിട്ട് ഈ ഫുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഫുഡ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് കോംപ്ലക്സ് തിങ് ഫോർ ഓണം. ഇറ്റ് ഈസ് ഓൾവേസ് ചാലഞ്ചിങ്. വൺ വേ ഓർ അതർ വി വിൽ ട്രൈ ടു കവർ എവറിഥിങ്, സംതിങ് എൽസ് വിൽ ബ്രേക്ക്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് തിങ്. പക്ഷേ ഹരി പറഞ്ഞ മാതിരി പീപ്പിൾ ആർ വെരി വെരി കൺസിഡറേറ്റീവ്. സോ ദർ ഇസ് നെവർ എൻ ഇഷ്യൂ. സോ ടിപ്പിക്കലി ഈസി 5 പേര് പലപ്പോഴും ഏർലി സ്റ്റേജസിലൊക്കെ നമ്മൾ വി ആർ വെരി ക്ലോസ് ഫാമിലി. സോ വി ന്യൂ ഹൂ ഇസ് ദ നെക്സ്റ്റ് EC കമ്മിങ് ഓർ ഹൂ ഇസ് വിത്തിൻ ദ EC. ഇറ്റ് യൂസ് ടു ഗോ വെരി സ്മൂത്ത്. ആസ് ടൈം പാസസ്, റൈറ്റ്, നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കും. പലപ്പോഴും ആൾക്കാർക്ക് EC വരാൻ ചെറിയൊരു ഹിൻഡ്രൻസ് ഉണ്ട്. ഐ തിങ്ക് ദ പീപ്പിൾ തിങ്ക് ഇറ്റ്സ് വെരി കോംപ്ലക്സ്. ഇറ്റ്സ് നോട്ട് വെരി കോംപ്ലക്സ് ഓണസ്റ്റ്ലി. കാരണം ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ അത് ചെയ്തതാണ്. ഞാനാണെങ്കിൽ ഒരു വർഷം പ്രസിഡൻ്റായി, അത് കഴിഞ്ഞ് ഒരു വർഷം പ്രസിഡൻ്റ് അല്ലാതെ എനിക്ക് പണി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വർഷം എന്താണെന്ന് വെച്ചാൽ ടിപ്പിക്കലി വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ 5 പേര് വരും. ദേ കണക്ട് വെൽ. ഇറ്റ്സ് എ ഫാമിലി കണക്ഷൻ ടു, നോട്ട് ലൈക്ക് 5 people, right? The families are connected well. But unfortunately 1 year there was some conflict that we could not really resolve. പക്ഷേ അതൊരു കോമയുടെ ഫ്ലോ, ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം ബിക്കോസ് ദർ ഈസ് എ സൂപ്പർവൈസറി കമ്മിറ്റി കോൾഡ് ട്രസ്റ്റീസ്. ഈ ട്രസ്റ്റീസ് പലപ്പോഴും ദേ ആർ ഓൾ എക്സ്പീരിയൻസ് പീപ്പിൾ ഹു ആക്ച്വലി ഹാഡ് ബീൻ ദ പ്രസിഡന്റ് ബിഫോർ. സോ അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ദേ സോൾവ് ദ പ്രോബ്ലം. വി ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഫോർ ദ ടീം, പക്ഷേ ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ഗോയിങ് ബിയോണ്ട് വാട്ട് വി കുഡ് ഹാവ് ട്രൈ ടു സോൾവ് ഇറ്റ്, ഓർ ഇഫ് വി ട്രൈഡ് കുഡ് ഹാവ് ബിക്കം എ ഡിഫറെൻറ്റ് പ്രോബ്ലം. സോ അതിന് പകരം ട്രസ്റ്റീസ് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ദേ ആക്ച്വലി ടുക്ക് കെയർ ഓഫ് ദ ഹോൾ ഇയർ. അത് കഴിഞ്ഞ് അടുത്ത വർഷം വന്ന EC ഒരു ക്രിസ്മസ് പ്രോഗ്രാം, അടുത്ത വർഷം വന്ന EC അത് ഷിബുവിൻ്റെ വർഷമായിരുന്നു അടുത്ത വർഷം. അപ്പോൾ അവർ ക്രിസ്മസ് ചെയ്തു. അപ്പോൾ ദർ വാസ് സം കോൺഫ്ലിക്ട്, ബട്ട് ടിപ്പിക്കലി വി ഡോണ്ട് ഹാവ് എനി മേജർ ഇഷ്യൂസ് ദാറ്റ് റിയലി ഹിൻഡർ അവർ പ്രോഗ്രസ്. ദാറ്റ് വാസ് വൺ ഓഫ് ഇൻസിഡൻറ്റ്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ 2018 വത്സൻ ചേട്ടനാണല്ലോ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓണം പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമ്മൾ പ്രളയം അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ കാരണം നമുക്ക് ആ സമയത്ത് ഒരു പ്രോഗ്രാം പോകാൻ പറ്റിയ ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? നമ്മുടെ വൺ ഓഫ് ദ മേജർ പ്രോഗ്രാം ആണല്ലോ ഓണം. അപ്പോൾ അത് ക്യാൻസൽ ആവുമ്പോൾ എങ്ങനെയായിരുന്നു പീപ്പിൾ റിയാക്ഷൻ? സപ്പോർട്ടീവ് ആയിരുന്നു? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? So 2018 was very special year for multiple reasons.
So കോമ ജനറലി നമ്മൾ അതുവരെ we always try to give back to the community, either back in India or in Columbus. അപ്പോൾ നമ്മൾ wounded warriorsന് പൈസ കൊടുത്തിരുന്നു. പിന്നെ മറ്റെന്തായിരുന്നു ഹരി, ഒരു വെസ്റ്റവൽ പോലീസ് വാസ് ഇൻ 2018, but there was one more. ജെയിംസ് ക്യാൻസറിന് പൈസ കൊടുത്തിരുന്നു. ഒരു പ്രാവശ്യം പിന്നെ ശോഭന വന്നു, മറ്റു പ്രാവശ്യം ഇന്നസെൻറ്റും സുരേഷ് ഗോപിയും അവരൊക്കെ വന്നപ്പോൾ നമ്മൾ പൈസ കൊടുത്തു. 2018 we plan to have mega program. Actually, even before we start planning about mega program, there was the firing incident in Vestival. February 10, 2018, we were just starting the programs or planning. 2 police officers were shot dead. So we thought we should support them. So we committed $5,000 to them. Then we planned about the major event of Chitra. Then Chitra event we contributed for that program. The Chitra event was a mega program. We had to spend a lot. Eventually the program itself was in loss because we could not make that much money was expected. But we gave back to them. അത് കഴിഞ്ഞപ്പോഴാണ് ജൂലൈയിൽ the whole thing collapsed, right? The major incident in Kerala. So immediately we started collecting money. And one of the fantastic things that year happened was within a week we collected close to $50,000 from Columbus and around. GoFundMe vadi. So we sent it to the government. Immediately we also talked to the community to see should we celebrate Onam. It was around that time, July. So overwhelmingly people said we should not celebrate. When our families and friends are suffering in Kerala, we should not celebrate. So it was a collective decision agreed by everybody, and everybody said whatever we are going to contribute for Onam, we will give the money to you, send it to the government in Kerala. So we did that. അതാണ് നമ്മുടെ അസോസിയേഷനിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ. അവർ എല്ലാം മനസ്സിലാക്കി നമ്മുടെ കേരളത്തോടൊപ്പം നിന്നു. അതുപോലെ എനിക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തൊരു ടൈമായിരുന്നു 2020. അതായത് നമ്മുടെ കോവിഡിൻ്റെ ടൈം. ആർക്കും ആരെയും കാണാൻ വയ്യ, ഒരു എല്ലാവരും വീട്ടിലടച്ചിരുന്ന ഒരു സമയം. അപ്പം നമുക്ക് ആ സമയത്തെ പ്രസിഡൻസി അല്ലെങ്കിൽ ആ സമയത്തെ പ്രോഗ്രാംസ്, ഒരുപാട് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാംസ് ഒക്കെ ആ സമയത്ത് കണ്ടു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ സമയത്തെ പ്രസിഡന്റ് പ്രിയയോടൊന്ന് ചോദിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഒരു 2020 എന്ന് പറയുന്നത് ഒരു വൈകാരിക നിമിഷമായിരുന്നു ആക്ച്വലി. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഈ കോമ എന്നൊരു ഓർഗനൈസേഷൻ വെൽ ഡിസിപ്ലിൻഡ് ഓർഗനൈസേഷനായി മാറിക്കഴിഞ്ഞിരുന്നു. അത് എൻ്റെ ലക്കും ഈ ലീഡേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പിൽ ആ ഓർഗനൈസേഷൻ ആ ഒരു ലെവലിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്ക് കിട്ടിയ സപ്പോർട്ട് അപ്പോൾ എഗെയിൻ ഐ ഹാവ് ടു സ്റ്റുഡ് ഫോർവേഡ്. ഐ മീൻ എങ്ങനെ ഇതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് തോന്നിയായിരുന്നു. അപ്പം വെൻ യു ഹാവ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഓർ ഡിസയർ, the whole world will stand with you, right? അപ്പം എന്നെ അന്ന് എല്ലാവരും വന്ന് ചോദിച്ചാൽ പ്രിയ ഹൗ ക്യാൻ വി ഹെൽപ്പ് യു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ദാറ്റ് ഈസ് ഫെബ്രുവരി 2020 കോമാങ്കം കഴിഞ്ഞ് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. ആ പാൻഡമിക് ഹിറ്റിന് ശേഷം എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം ഞങ്ങൾ ആക്ച്വലി നവംബറിലെ എല്ലാ പ്രോഗ്രാമും ഹോൾ ഇയർ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വന്നപ്പോൾ ബിക്കോസ് കമ്മ്യൂണിറ്റിയായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റായി. അപ്പം ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് കമ്മ്യൂണിറ്റിയുടെ സ്പിരിറ്റ് ഒരിക്കലും നമുക്ക് ഫെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനൊരിക്കലും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനോ അതിൻ്റെ എനർജി കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡ്. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്ന തോട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഈസി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് 4 പേർക്ക് മാത്രം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു കളക്റ്റീവ് ഡിസിഷൻ ഞങ്ങൾ എടുത്തെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഓക്കെ വി വിൽ കണക്ട് വിത്ത് ദ കമ്മ്യൂണിറ്റി ബാക്ക് എഗെയിൻ. അങ്ങനെയാണ് ഞങ്ങൾ ആ വാട്സപ്പ് ഫോറം ഓപ്പൺ ഫോർ കമ്മ്യൂണിറ്റി. അവരിൽ നിന്ന് ഐഡിയാസ് ചോദിച്ചു. ബിക്കോസ് വി കെയിം ടു നോ ദാറ്റ് പീപ്പിൾ ആർ ടോട്ടലി ഐസൊലേറ്റഡ്. അത് മെൻ്റലി ഫിസിക്കലി ലോട്ട് ഓഫ് ഇഷ്യൂസ് ക്രിയേറ്റഡ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ബട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് ഷേക്ക് ദാറ്റ് ഓൾ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ദെൻ എഗെയിൻ നമുക്കിങ്ങനെ നമ്മളെ ബാക്കി ഇയേഴ്സിലെ പ്രോഗ്രാംസ് പോലെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പീപ്പിളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എവറിത്തിങ് വി ഹാവ് ടു ഡു ഇൻ ദാറ്റ് 4 കോർണർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. സോ ദാറ്റ് വാസ് വെരി ചലഞ്ചിങ്. പിന്നെ ടെക്നോളജി വൈസ് ഞാൻ ഒഴികെ എല്ലാവരും ഐറ്റിയും സോഫ്റ്റ്വെയറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സോ ഫോർ മീ ദാറ്റ് വാസ് എ ബിഗ് ചലഞ്ചിങ്. ഈ ടേംസും ഒക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ അതൊരു പ്രൈഡായിട്ട് എടുക്കുന്നു. ബിക്കോസ് ഒരു ബേസിക് ഇല്ലാതെ ഞാൻ ആ ടീമായിട്ട് വർക്ക് ചെയ്യാൻ, ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പം ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്ന പ്രോഗ്രാമായിരുന്നു വിർച്വൽ 5K.
ആൾക്കാർ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഓട്ടിക്കുക. അപ്പം വെൻ യു റൺ എല്ലാ ഫ്രസ്ട്രേഷനും പോവും. അങ്ങനെ ഞങ്ങളത് സക്സസ് ആക്കി. അപ്പം എല്ലാ ഏജിലെ ആൾക്കാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഓൺലൈൻ ആയുർവേദ വെബിനാർ. അതും ഞങ്ങൾ സൂം വഴിയാണ് ചെയ്തതെന്ന് തോന്നുന്നത്. ഐ തിങ്ക് ഓൺലൈൻ ആയിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് മേ ബി അഞ്ജനയ്ക്കൊക്കെ അറിയാം, നാട്ടിൽ നിന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കണക്ട് ചെയ്തു. പുള്ളി ഒരുപാട് കാര്യങ്ങളും ആയുർവേദിക് രീതിയിൽ ബോഡി എങ്ങനെ ട്യൂൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഇഷ്യൂസിൽ ബോഡി എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളൊരു വെബിനാർ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം പിന്നെ ഞങ്ങൾക്കൊരു 6-7 പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ വിമൻസ് ഫോറം സ്റ്റാർട്ട് ചെയ്തു. വിമൻസ് ഫോറം കോമയ്ക്ക് വേണ്ടി. കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന വിമൻസ് ആയിരിക്കുമല്ലോ. കുട്ടികളെയൊക്കെ വെച്ച് വീട്ടിൻ്റെ അകത്ത് ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഒന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടി വിമൻസ് ഫോറം സ്റ്റാർട്ട് ചെയ്തു. അതിൽ കൂടി ഓൺലൈൻ യോഗ പിന്നെ വർക്കൗട്ട് സെക്ഷൻസൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മേജർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞൊരു ഇവൻ്റ് ആയിരുന്നു ഓണം. അത് ഫുള്ളി ഓൺലൈനായിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് ടെക്നോളജി ഞങ്ങൾ അങ്ങോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു സമയം ഇതായിരുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോ വീഡിയോസും ക്ലിപ്സും അയച്ചു തരും. അത് ബ്യൂട്ടിഫുള്ളി എഡിറ്റഡ് ആൻഡ് മെർജ്ഡ് ആൻഡ് ഷോക്കേസ്ഡ് ആസ് ലൈക്ക് എ ഫുൾ ഓൺലൈൻ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഷോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ എല്ലാം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടിയാണ് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ വന്നു, അവരുടെ ടെക്നോളജി എക്സ്പേർട്സ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, ഹെൽപ്പ് ചെയ്തു. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്ത മിക്കവാറുള്ള ഒരു ഓൺലൈൻ ടെക്നോളജി തന്നെയാണ് ഇപ്പോഴും നമ്മൾ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമാങ്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ ചെയ്ത ഒരു 2 ടീം കോമ്പറ്റീഷനായിരുന്നു. അതിൻ്റെ ഗോളെന്ന് വെച്ചാൽ 2 ടീം ഉണ്ടാക്കി കോമ്പറ്റീഷൻ ചെയ്യാൻ കാര്യം. So we will get a big bulk of Malayalis who are even not involved with the COMA program. അങ്ങനെ ഒരുപാട് ന്യൂ ഫേസസ് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരൊക്കെ ഇന്നും ഞാൻ കാണുന്നുണ്ട് ഫ്യൂച്ചർ ലീഡേഴ്സാണ്. ദാറ്റ്സ് എ ലീഗസി വി ട്രൂലി പ്രൗഡ് ഓഫ്. പിന്നെ ഞങ്ങളുടെ മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിസംബർ ഫണ്ട് റൈസിംഗ് ആണ്. അതിന് മുമ്പ് ഞങ്ങൾ ഫണ്ട് റൈസ് ഇവൻ്റ് ചെയ്തു. COVID-19 റിലീഫ് ഫണ്ടെന്നും പറഞ്ഞു. അത് കമ്മ്യൂണിറ്റിയുടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഞങ്ങൾ കുക്കിംഗ് ക്ലാസ് പ്രദീപ് എടുത്തു. കുട്ടികൾക്ക് ഇപ്പോഴും എൻ്റെയും വീട്ടിൽ എൻ്റെ ഒരു പ്രൈഡാണ്. എൻ്റെ മോളൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യും. അതൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ പ്രീതിയുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിലീഫ് ഫണ്ട് പേഴ്സണൽ കെയറൊക്കെ ഉപയോഗിച്ച് ഓരോ വീട്ടിലും പോയി കളക്ട് ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം അല്ലാതെ തന്നെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ സ്കോളേഴ്സ് PhD സ്കോളേഴ്സ് ഇവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അവർക്കൊക്കെ ന്യൂ ബോൺ കുട്ടികളുണ്ടായിരുന്നു നാട്ടിൽ. എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അവരൊരു 2 ഡേയ്സിനൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ ഇവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കാനൊക്കെ എനിക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ഈവൻ ഒരു 11 o'clock 12 AM വിളിച്ചാലും അവരത് എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. ഗിരീഷ്, ശശാങ്ക, ശേഖര. പിന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു. ഒരു സലീം എന്നും പറഞ്ഞ ഒരാൾ. പിന്നെ നമ്മുടെ സിൻസിനാറ്റിയിൽ ഗോപകുമാർ പുള്ളിക്കാരനൊക്കെ എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. കാരണം എല്ലാവരും പിന്നെ റെഫറൻസ് ഉപയോഗിച്ചത് കോമയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഓരോന്നും എങ്ങനെയാണ് നിങ്ങൾ ഓരോ ഈ ലോക്ക്ഡൗണിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്ത് കമ്മ്യൂണിറ്റിയെ എൻഗേജ്ഡ് ആക്കാൻ പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ കോമ റെഫറൻസ് വെച്ചിട്ടായിരുന്നു എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മേജർ ഇവൻ്റ് ഈ പറഞ്ഞത് ക്രിസ്മസ് ഫണ്ട് റൈസിങ് ആയിരുന്നു. കാരണം ഒരുപാട് ഐഡിയാസ് വന്നു, ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് വേണം. പക്ഷെ നമ്മൾ എന്ത് ചൂസ് ചെയ്യും എന്നുള്ളത് ഞങ്ങളുടെ ഡിസിഷനായിരുന്നു. അപ്പം ഞങ്ങളുടെ അന്നത്തെ ഗോളെന്ന് വെച്ചാൽ ലിഫ്റ്റ് എ സോൾ എന്നുള്ളൊരു അജണ്ടയായിട്ടാണ് ഞങ്ങൾ ആ ഇയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിന് അലൈനായിട്ട് വന്നത് ട്രിവാൻഡ്രത്തു നിന്നുള്ള മുതുകാടിൻ്റെ ഒരു ഓർഗനൈസേഷൻ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സിന് സപ്പോർട്ട് ചെയ്യുക. കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീസ് ട്രൈങ് ടു ഹെൽപ്പ് ദം ടു ഏൺ എ ലൈവ്ലിഹുഡ് റൈറ്റ് ബൈ വർക്കിംഗ് ഓർ യൂസിങ് ദെയർ പൊട്ടൻഷ്യൽ. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾക്ക് പക്ഷേ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ബിക്കോസ് ഹീസ് ഇൻ ട്രിവാൻഡ്രം, നമ്മൾ കൊളംബസിലാണ്. ഇതെങ്ങനെ നമുക്ക് സ്ട്രീം ചെയ്യാമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൂൾസും സോഫ്റ്റ്വെയറും ആൾക്കാരെയൊക്കെ അപ്രോച്ച് ചെയ്തപ്പം അവർക്കൊന്നി അവരെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം,
കോസ്റ്റ് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ശരിക്കും സ്റ്റക്കായിട്ടിരുന്ന ഒരു സമയത്താണ് ഒരു പേഴ്സണൽ കോണ്ടാക്റ്റിൽ കാലിക്കറ്റിൽ, ഐ തിങ്ക് കാലിക്കറ്റ് ടെക്നോ പാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഐനെറ്റ് സ്ക്രീൻ, അവരുടെ ഒരു 3 ടീം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അത് ഹെൽപ്പെന്ന് വെച്ചാൽ വി വർക്ക്ഡ് ആക്ച്വലി നേഷൻ വൈഡ്, ദ ഹോൾ US ടീം ഫ്രം സാന്റിയാഗോ, വെസ്റ്റ്, ഈസ്റ്റ്, എല്ലാവർക്കും ഇതെങ്ങനെ മുതുകാൻ്റെ പരിപാടി സ്ട്രീമിൽ ചെയ്യാൻ പറ്റും എന്ന് പഠിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഡേ ആൻഡ് നൈറ്റ് ഓൾമോസ്റ്റ് ഈച്ച് പേഴ്സൺ 100 to 150 hours സ്പെൻഡ് ചെയ്തു ഈ ടെക്നോളജി എങ്ങനെ ചെയ്യാം എന്നുള്ളത്. കാരണം ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് കണക്ട് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഐനെറ്റ് സ്ക്രീനിൻ്റെ AWS പ്ലാറ്റ്ഫോമിൽ OBS വഴി സ്ട്രീം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. മീൻസ് എന്തെങ്കിലും ഗ്ലിച്ചസ് സംഭവിക്കുമോ, അപ്പം ഓരോരുത്തർക്കും ഇപ്പം വിൻഡോസാണ് കംഫർട്ടബിൾ, ചിലർക്ക് മാക്കാണ്. അപ്പം ഈ സ്റ്റുഡിയോന്ന് ഇതെങ്ങനെ കണ്ടക്ട് ചെയ്യും, അപ്പം അതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ ഡേ ആൻഡ് നൈറ്റ് ഒരു ടൈം സോണും നോക്കിയില്ല. കാരണം ട്രിവാൻഡ്രത്തെ ടൈം 6:30 വേണുഗോപാൽ സാറും മുതുകാട് സാറിൻ്റെയും ടെക്നീഷ്യൻസ് ജോയിൻ ചെയ്യും. PST ടൈം വെസ്റ്റ് എല്ലാം US പല ഓർഗനൈസേഷൻ്റെ ആൾക്കാർ പല ടൈമിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ആ അവേഴ്സ് സ്പെൻഡ് ചെയ്ത് അവസാനം ഞങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഹോട്ട് ബെഞ്ചിലായിരുന്നു, പൊട്ടിയ എല്ലാം കൂടെ പൊട്ടും ആ ഒരു ഇതിലായിരുന്നു. പക്ഷേ ദ ടീം വാസ് വെരി നോളജബിൾ, എസ്പെഷ്യലി ഐനെറ്റ് സ്ക്രീനും. പിന്നെ ഞങ്ങളുടെ അന്ന് സപ്പോർട്ട് ചെയ്തത് മീഡിയ പാർട്ട്നേഴ്സ് ഫ്ലവേഴ്സ് TV ആയിരുന്നു. രേഖ നായരായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അപ്പം 2 മണിക്കൊക്കെ അവർ ഞങ്ങളോട് US ന്യൂസിൽ കൊടുക്കാൻ, ലൈവ് കൊടുക്കാൻ, ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പറയുമായിരുന്നു. ഞാൻ എൻ്റെ 8 മണിക്ക് ശേഷം ഇരുന്നിട്ടേ ഇല്ല. അങ്ങനെ 2 മണിക്കൊക്കെ എണീച്ചിരുന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ US ന്യൂസിലൊക്കെ കൊടുക്കാൻ ഞങ്ങളെ ടീം വർക്ക് ചെയ്തു. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് ഫിസിക്കലി ചെയ്യുന്ന ഒരു കംഫോർട്ട് ഒരിക്കലും ഇല്ലായിരുന്നു. കാരണം ഗ്ലോബലി ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. UAE, ഇന്ത്യ, US, പിന്നെ ജർമ്മനി, ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഇത് വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷേ അതിന് നല്ലൊരു ഇൻ്റലക്ച്വൽ ടീം ഐനെറ്റ് സ്ക്രീൻ ഞങ്ങൾക്ക് തന്നത് വിത്ത് ഒരു ബേർഡൻ ഇല്ലാതെയാണ്, കോമിക്ക് വിത്ത് നോ കോസ്റ്റ്. ഈവൻ ദോ അവർക്ക് നമ്മൾ ഈ 2-3 ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴും അവർക്കത് കുറച്ച് കോസ്റ്റ് ആയെങ്കിലും കോമയുടെ ഗോളും കോമയുടെ അജണ്ടയൊക്കെ മനസ്സിലാക്കി അവർ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ സക്സസ് ആയിട്ട് അത് ചെയ്തത്. താങ്ക് യു സോ മച്ച് പ്രിയ. സോറി, ഞാൻ കുറച്ച് ടൈം എടുത്തു. 2020 ആക്ച്വലി ഒരു വലിയ ചാലഞ്ചിങ് ഇയർ തന്നെയായിരുന്നു. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട് ആ ഓൺലൈൻ എംസിങ് ചെയ്യുന്നതും അവരെന്ത് കഷ്ടപ്പെട്ടാണ് ആ 2 ഇവൻറ്റും, അതും വേണുഗോപാൽ ആ ഒരു സിംഗിങ് ഇവൻറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഈ ചലഞ്ച് ഇല്ലാത്തപ്പോൾ ചെയ്യുന്നതിനേക്കാൾ വലിയ അപ്പുറത്തെ ലെവലിലാണ് അവർ ആ വർഷം പ്രോഗ്രാംസ് ഒക്കെ ഡീൽ ചെയ്തത്. അപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ ഇനി ബാക്കി പ്രസിഡൻസിനോട് നമുക്ക് ചോദിക്കാം, സംതിങ് നിങ്ങൾ ഞാൻ ഇത് ചെയ്തതിന് ഞങ്ങളുടെ കമ്മിറ്റി ഇത് ചെയ്ത ഒരു പ്രൗഡ് മൊമെൻറ്റ്സ്. ജിജി, നമുക്ക് ജിജിയുടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി ഐ ജസ്റ്റ് ഗിവ് എ ബ്രീഫ് തിങ്. ഞാൻ കൊളംബസിൽ I used to participate in not the coma in 2000 when my husband came to Lima. 100 miles ഞങ്ങൾ ഓടിച്ചു വരുമായിരുന്നു മലയാളീസിനെ കാണാൻ. That is one thing I still remember because I really wanted to see Malayalis, and we used to come for all the programs from Lima. And 2005 we moved in, and that's how when പ്രദീപും നിങ്ങളെല്ലാം കണ്ട് പ്രദീപ് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം അങ്ങനെയാണ് ഞാൻ ഒരു പ്രസിഡൻ്റ് ആയത് തന്നെ, because of all of you. And I'm proud to be one of those presidents. And in our time, what I can remember, I think, thank you for reminding me, we had the first outdoor musical program, which was so wonderful. And I hope the next time, adutha presidents will bring something like that, to this committee. And I think ഞാനിപ്പം ബാക്കി ലേഡീസിനോടും ഞാൻ പറയാൻ പോവുക, please come forward and take this
presidentship or vice presidents, come forward to this and take it up. It is not a big deal, and it is really it's a good thing to be proud of being a president or a vice president or whatever position, and you can grow in that, you know. And I'm sure I have grown being one of those, and I commend all our presidents here and vice presidents who have helped, and I wish more women will come forward. Thank you. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഈ വത്സനും പ്രിയൊക്കെ പറഞ്ഞ മാതിരി ഈ കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഓബ്ലിഗേഷനും കൂടെയാണ്. നമ്മൾ അവരുടെ നിന്ന് കുറേ നമ്മൾ എത്രയോ വർഷം, ഞാനൊക്കെ 30 വർഷം ഇവിടെ വന്നിട്ട്, അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റി has really helped us shape who we are. So it's our responsibility to give back. അത് ഏത് ചെറിയ വിധത്തിലായാലും വലിയ വിധത്തിലായാലും. അപ്പോൾ പ്രിയ പറഞ്ഞു 2018 കോവിഡ് ടൈമിൽ കുക്കിംഗ് ക്ലാസ് ഞാൻ ചെയ്തു എന്ന്. സോ വി കളക്റ്റഡ് അബൌട്ട് $1,000 കൊച്ചു കുട്ടികൾക്ക് 2 ഗ്രൂപ്പായിട്ട് കുക്കിംഗ് ക്ലാസ്സസ് ഓൺലൈനിൽ യൂട്യൂബ് മറ്റേ എന്താ പറയുക ഫേസ് ടൈം ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത്, എന്നിട്ട് കുക്കിംഗ് ക്ലാസ്സിൽ ഞാൻ കുക്ക് ചെയ്യും, അവരത് ഫോളോ ചെയ്യും. എന്ത് രസമായിട്ട് പിള്ളേർ കുക്ക് ചെയ്ത്. ഇപ്പോഴും റോഹനും എത്ര കുട്ടികൾ എപ്പോഴും കുക്കിംഗ് ഇൻട്രസ്റ്റ് വന്നേ. പക്ഷേ ആ കിട്ടിയ പൈസ മുഴുവൻ വി ഗേവ് ഇറ്റ് ടു ദി ചിൽഡ്രൻസ് ഹങ്കർ അലയൻസ്. അവർക്ക് ഭക്ഷണം ഇല്ലാത്ത കുട്ടികളാണ്, അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത പൈസ. പിന്നെ ഞാൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വി സ്റ്റാർട്ടഡ് ഡൂയിങ് വോളണ്ടിയർ വർക്ക് അറ്റ് YWCA. അവിടെ രാവിലെ 6 മണിക്ക് പോയി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ തന്നെ സാധനങ്ങൾ GFS എന്നൊക്കെ മേടിച്ച് കൊണ്ടുപോയി കുക്ക് ചെയ്ത് ചെയ്യും. അത് ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം എ ഫെൻറ്റാസ്റ്റിക് തിങ് കോൾഡ് മീൽസ് ഓൺ വീൽസ്. ആദ്യം YWCA തുടങ്ങി, അത് പിന്നെ അത് ബിക്കം ബിഗർ. ഇപ്പോൾ എല്ലാ മാസവും ഒരിക്കൽ നമ്മുടെ വോളണ്ടിയേഴ്സ് പോയിട്ട് അവർക്ക് ഭക്ഷണം കൊണ്ട് എത്രയോ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ചെറുതായിട്ട് ഐഡിയ സ്പാർക്കായിട്ട് തുടങ്ങും, but then COMA has been able to make it much bigger. So Meals on Wheels, I don't know how many people know. It has been running for 10 years now, from 2015 to right now. We started with 1 route per month, now it's 2 routes per month. Actually, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ we can take it more. Volunteers ഉണ്ടെങ്കിൽ. So it's a fantastic thing. I think that's the only active community service we are doing right now. So we probably should do more. തീർച്ചയായിട്ടും ഈ ചാരിറ്റി ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഈ മീൽസ് ഓൺ വീൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോമയുടെ ഭാഗത്തുള്ള ഒരു ബിഗ് സപ്പോർട്ടാണ്. അതുപോലെ ഇനി ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൗഡ് മൊമെന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ അജയ്? എനിക്ക് പറയാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ പ്രദീപ് ചേട്ടൻ പറഞ്ഞ പോലെ പ്രദീപ് ചേട്ടൻ ഒരു പാട്ടുകാരൻ മാത്രമല്ല, നല്ലൊരു ഷെഫും കൂടെയാണ്. എൻ്റെ മോൾ ആര്യ പുള്ളിയുടെ കൂടെ നിന്ന് അന്ന് അത് ചെയ്തായിരുന്നു. ഷീ സ്റ്റിൽ ടോക്സ് എ ലോട്ട് അബൌട്ട് ദാറ്റ്. പിന്നെ ജിജി നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഒഹായോ മലയാളി അസോസിയേഷൻ, ആ പേര് വരാൻ കാര്യം കൊളംബസ് മാത്രമല്ല, ലൈമ, മാൻസ്ഫീൽഡ്, സ്പ്രിംഗ്ഫീൽഡ്, ഡെയ്റ്റണിൽ നിന്നുള്ള ഫാമിലീസും കൂടെ വരുമായിരുന്നു. അതുകൊണ്ടാണ് കോമ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തത്. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ പ്രിയ പറഞ്ഞ പോലെ ആ പ്രോഗ്രാം, വേണുഗോപാലിൻ്റെ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ചന്ദനമണി വാതിൽ, അത് പുള്ളി പാടിയാണ്. മേ ബി ഈ പരിപാടി കഴിഞ്ഞ് നമ്മുടെ പ്രദീപിനെ കൊണ്ട് അത് ഒന്ന് പാടിപ്പിച്ചേക്കാം. സോ ഗോയിങ് ബാക്ക് ടു ദ പ്രൗഡ് മൊമെൻ്റ്. അപ്പം ഞങ്ങളുടെ EC 2017 ആയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നൗഷാദ്, ഓസ്റ്റിൻ, സിന്ധുവും പിന്നെ എൻ്റെ സ്വന്തം ചേട്ടനായ അനൂപായിരുന്നു ഞങ്ങളുടെ EC ടീം. ഞങ്ങളുടെ ഒരു വിഷൻ ആയിരുന്നു, കോമ ഈസ് മോർ ദാൻ എ കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ വെരി ഫോക്കസ്ഡ് ഓൺ കൾച്ചറൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഓണം, ക്രിസ്മസ്, പിക്നിക് ആൻഡ് വാലന്റൈൻസ് ഡേയും കൂടെ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷൻ മേ ബി ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ ഞങ്ങൾ 2 അഡീഷണൽ ഇവൻറ്റ്സ് ഞങ്ങൾ ചെയ്തായിരുന്നു, വിച്ച് ഈസ് വി വാണ്ടഡ് ടു ഡു എ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നമ്മുടെ നേഷൻ വൈഡ് ഇൻഷുറൻസിലുള്ള 2 CIOസിനെ കൊണ്ടുവന്നു, ഗുരു വാസുദേവ ആൻഡ് ചേതൻ കന്താരി. കാരണം നമ്മൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കൾച്ചറൽ ആക്ടിവിറ്റി, നമ്മളൊരു പ്രൊഫഷണൽ ഗ്രൂപ്പും കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വന്നു, അവരെങ്ങനെ അവരുടെ ആ ലെവലിലെത്തി. ഇപ്പം നല്ലൊരു ഇവൻ്റായിരുന്നു. ഒരു 10-50 ആൾക്കാർ വന്നു, അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം ഞങ്ങൾ ചെയ്തത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളെങ്ങനെ എഡ്യൂക്കേഷൻ, കോളേജ് പ്ലാനിങ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സെമിനാർ. കാരണം പലർക്കും അതിനെക്കുറിച്ച് അത്ര ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പാർട്ട്ണർഷിപ്പായിട്ട് വെച്ചിട്ട്
അവരെ കൊണ്ടുവന്നു, സെമിനാർ നടത്തി, വിച്ച് വാസ് വെരി വെൽ റിസീവ്ഡ്. എന്താ ന്യൂയോർക്ക് ലൈഫ്, യെസ്, അതും പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ക്യാമ്പ് ജോർഡൻ എന്ന് പറഞ്ഞ പുള്ളിയും വന്നു, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ തേർഡ് ഒരു കാര്യം ഞങ്ങൾ ചെയ്തത്, നമ്മൾ കോമ, ഓൾദോ വി ആർ മലയാളി അസോസിയേഷൻ, വി ഓൾസോ ആർ പാർട്ട് ഓഫ് സെൻട്രൽ ഒഹായോ. അപ്പം നമ്മൾ വി ആർ പാർട്ട് ഓഫ് ദ ലാർജർ ഇന്ത്യൻ ഡയസ്പൊറ. നമുക്ക് ഈ FIA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വി ആർ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പം നമ്മളെങ്ങനെ അതിൽ കൂടുതൽ ഇൻവോൾവ് ആകാം. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തത്, കോമ ടുക്ക് ദ ലീഡർഷിപ്പ് ആൻഡ് വി ബ്രോട്ട് ടുഗെദർ അറൗണ്ട് 20 different local Indian association, and we were the leaders in that. We brought all of them together, and how can we as a larger Indian group give back to the community? അപ്പോൾ നമ്മൾ ഫ്ലാഗ്സ് ഓഫ് പ്ലാന്റിംഗ് ഫ്ലാഗ്സ് ഡ്യൂറിങ് July 4th ഇവൻറ്റ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്ന് 10-20 ധ്വനി ഉണ്ടായിരുന്നു, പിന്നെ GMOs അണ്ടർ ദി FIA umbrella. കാരണം വി ആർ നോട്ട് ജസ്റ്റ് എ മലയാളി അസോസിയേഷൻ, ബട്ട് വി ആർ പാർട്ട് ഓഫ് എ ലാർജർ അസോസിയേഷൻ. അപ്പോൾ ആ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തു, ഗിവിങ് ബാക്ക് ടു ദ ലാർജർ കമ്മ്യൂണിറ്റി, റൈറ്റ്. അപ്പം വി ബ്രോട്ട് ഇൻ ദി ലോക്കൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്, നമുക്ക് കുറച്ചും കൂടെ ഒരു പബ്ലിസിറ്റി കിട്ടി. സോ ദാറ്റ് വാസ് അനദർ തിങ്. ദ ലാസ്റ്റ് തിങ് ഐ വോണ്ട് ടു ആഡ് ഇസ്, നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സിനെ ആ വർഷം കൊണ്ടുവന്നായിരുന്നു. 14 പുതിയ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്നു. അത് വെച്ച് ഒരുപാട് നമുക്ക് വി വർ ഏബിൾ ടു keep the cost down. So comma behind the scene, one of the challenges we all have is how do we keep the cost down. The one way to do is bring sponsors, right? So we were able to keep the membership cost pretty same, and also each comma nammada onavum christmasum ella nammal we kept the cost very low because we wanted to give the community the chance to come and attend. Kash urubadu kootade appam by bringing in sponsors we were able to keep the cost down. So those were the things that REC was very proud of. സ്പോൺസേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരു ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇനി വേറൊരു ഐഡിയ ആണ് നമ്മുടെ മലയാളം ക്ലാസ് നമുക്കുണ്ട്. അതേമാതിരി അതുവഴി നമ്മൾ ഒരുപാട് ബ്രിങ്ങിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മഞ്ജു? മലയാളം ക്ലാസ് പറയുന്നതിന് മുന്നേ മലയാളം ക്ലാസ് എന്നെക്കാളും അധികം പറയാൻ അധികാരം വത്സനായിരിക്കും. സോ ഐ വിൽ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു ഹിം. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വൺ ഓഫ് ദി ടീച്ചേഴ്സ് ആയിരുന്നു കുറേ വർഷങ്ങൾക്ക്. പക്ഷേ ദ ഐഡിയ ആൻഡ് ദ എക്സിക്യൂഷൻ വാസ് വത്സൻ. സോ ഐ വിൽ ഹാവ് ഹിം സ്പീക്ക് ടു ദാറ്റ്. പക്ഷെ അതിന് മുന്നേ എനിക്ക് ഐ വോണ്ട് സേ സംതിങ് ദാറ്റ് ജിജി സെഡ്, റൈറ്റ്? പ്ലീസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, വെരി കേപ്പബിൾ ആൻഡ് ഹൂ ആക്ച്വലി പ്ലാൻ big events, international tours or weddings or all by themselves. Please come forward and bear office in the executive committee. We need leaders like you to come forward so that people know that this is not something to, run away from. Please, we do need leaders to come forward and show the rest of the community that it is doable by women. Please come forward. So that is a personal request from me. പിന്നെ എനിക്ക് പ്രൗഡ് മൊമെൻറ്റ് അഞ്ജന ചോദിച്ചാൽ പറഞ്ഞാൽ നമ്മുടെ സസ്റ്റെയിനിങ് സ്പോൺസേഴ്സാണ് ന്യൂയോർക്ക് ലൈഫ്, ആൻഡ് ഐ എം വെരി പ്രൗഡ് ഐ ബ്രോട്ട് ദം ഇൻ. സോ എൻ്റെ ഇയറിലാണ് അവർ വന്നത്. ജെയ്സൺ ആൻഡ് എറിക് ഇസ് ലൈക്ക് ഹൗസ് ഹോൾഡ് നെയിംസ് ഇൻ ദ കമ്മ്യൂണിറ്റി. സോ ആൻഡ് ഇൻ മൈ ഹൗസ് ടു. സോ വെരി വെരി പ്രൗഡ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ബ്രിങ് ദം ഇൻ. സോ ഇനി മലയാളം ക്ലാസ് ഞാൻ അതിലെ ടീച്ചറായിരുന്നു എന്നുള്ളത് എൻ്റെ വളരെ പ്രൗഡ് മൂമെൻ്റ് ആണ്. ബട്ട് ദ ഹോൾ ഐഡിയ ലൈക്ക് ഐ സെഡ്, so I'll let him speak to that. Actually it precedes me, but I was actively involved in 2015. So ഈ മലയാളം ക്ലാസ് തുടങ്ങാൻ കാരണം നമ്മുടെ കുട്ടികൾക്ക് പലർക്കും വീട്ടിൽ മലയാളം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർ എസ്പെഷ്യലി സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ they will not speak in മലയാളം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർ തിരിച്ച് ഇംഗ്ലീഷ് പറയും. അപ്പോൾ പല ആൾക്കാർക്കും അവർ ഫോഴ്സ് ചെയ്യാൻ ഇറ്റ് വാസ് എ കോമൺ ഫോറം ടു സ്റ്റാർട്ട് എ ക്ലാസ്. അങ്ങനെ നമ്മൾ 2 ക്ലാസ് തുടങ്ങി. അതിൽ കുറേ പേരുണ്ടായിരുന്നു. എനിക്കൊന്ന് വേണുവങ്കൾ ഉണ്ടായിരുന്നു, വേദയായിരുന്നു വളരെ ആക്റ്റീവായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. വേദയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയത്. ഏറ്റവും വേദയും മഞ്ജുവാണ് തുടങ്ങിയത്. വേണുവങ്കൾ, പ്രിയ ഉണ്ടായിരുന്നു കുറച്ചു കാലം. പിന്നെ കുറേ പേര് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു പ്രഹ്ലാദ് ഉണ്ടായിരുന്നു 10 വർഷത്തോളം. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 5-8 വർഷമായി. സോ ഇറ്റ്സ് അനിലും പിന്നെ പ്രഹ്ലാദ് അവരൊക്കെയാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അല്ല, ഞാനിപ്പോഴും ഉണ്ട്. രമ്യ. സോ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് എഫേർട്ട്. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് അല്ലെങ്കിൽ ഹൗ ടു ഇൻവോൾവ് പീപ്പിൾ എന്നുള്ളൊരു സങ്കല്പം വരുന്നതാണ്. ആൻഡ് ഹൗ ക്യാൻ വി പ്രൊവൈഡ് വാല്യൂ.
സോ അത് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. അതുപോലെ വോളണ്ടറി ആണ്. സി വൺ ഓഫ് ദ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ സംസാരിച്ചതെന്ന് വെച്ചാൽ വൈ പീപ്പിൾ ആർ ലിറ്റിൽ ബിറ്റ് ഹെസിറ്റന്റ് ടു കം ടു ഈസി. ഐ തിങ്ക് ദാറ്റ് ക്വസ്റ്റൻ ഈസ് കമ്മിങ്. സോ ഐ ജസ്റ്റ് ഗിവ് എ ക്വിക്ക് ടിപ്പ് ഓൺ ദാറ്റ്, റൈറ്റ്? പലർക്കും they think it's a complex thing. So it is not as complex. Once you have 5 families, you work together. It's not very stressful if you like it. It's all about liking it. If you enjoy it, it's fantastic. So Malayalam class is continuing. So if you can help, please help. Okay, Hari, you want to add something? ഞാനൊരു അനക്ഡോട്ടലായിട്ട് വേറൊരു ആംഗിളിൽ ഒരു കാര്യം പറയാൻ വിചാരിക്കുകയായിരുന്നു. നമ്മുടെ അസോസിയേഷൻ്റെ ഞാൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് നമ്മൾ ഈ ലോഗോ ഉണ്ടാക്കിയത്. കോമയുടെ ആ കൊടയുടെ നിറത്തിലുള്ള ലോഗോ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അത് അതിൻ്റെ ഒറിജിനൽ ഷിബുവാണ്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഷിബുവിനാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ. അതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയും കൂടിയുണ്ട്. അതായത് നമ്മളെല്ലാം സാധാരണ ഈവൻറ്റ് ബേസ്ഡാണ് പോവുക. ആ വർഷം ഈ സ്റ്റേജ് ഈവൻ്റ് അല്ലാതെ വേറൊരു ഈവൻറ്റ് സംഭവിച്ചു. പുതുതായിട്ടും അവിടെ വന്നൊരു മലയാളി ഫാമിലി, ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും. ജസ്റ്റ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അനീഷും ഒരു വൈഫിൻ്റെ പേരെ മറന്നപ്പോൾ സബിത റഹ്മാൻ. അപ്പോൾ അനീഷ് സ്ഥലത്തില്ലാത്ത ഒരു ദിവസം ഷീ ഹാഡ് എ ന്യൂ ബോൺ ഇൻഫൻറ്റ് ആൻഡ് ദേ വർ ക്രോസിംഗ് ദ റോഡ്. ഒരു കുട്ടി കൂടെ മകളും, ദെൻ ഇൻഫൻറ്റ് ആൻഡ് ഹർ മദർ, ആൻഡ് ദേ വർ ക്രോസിംഗ് ദ റോഡ് ഇൻ ഡബ്ലിൻ ആൻഡ് വർ ഹിറ്റ് ബൈ എ ട്രക്ക്. ഒരു സ്പീഡിലൊന്ന് ഓടിച്ചു വന്നവർ ഇടിച്ചു അവർ. ദെൻ സഡൻലി ദേ വർ ഓൾ ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ്. എനിക്ക് രാത്രി ഒരു 10:30 എനിക്കൊരു കോൾ വരുന്നത് അനീഷിൻ്റെ. അനീഷ് ആ സമയത്ത് ഫ്ലോറിഡയിലാണ്. അനീഷിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഫാമിലി മുഴുവൻ ഹോസ്പിറ്റൽസാണ്, എവിടെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആരുമില്ല സ്ഥലത്ത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് ഇദ്ദേഹത്തെ വളരെ അധികം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി എനിക്ക് എപ്പോഴും ഓർമ്മ ഷിബു, തോമസ്, ഉണ്ണിമാഷെക്കുറിച്ച് ഇന്നും പറയാനില്ല. കാരണം ഇന്ന് അസോസിയേഷൻ്റെ ഏറ്റവും ഒരു പില്ലറായിരുന്നു ഉണ്ണിമാഷ്. ആ സമയത്ത് എല്ലാവരും ആ രാത്രി 11:30 മണിക്ക് ഓരോ സ്ഥലത്തെത്തി 3 ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ് ഒരേ സമയത്ത് മാനേജ് ചെയ്ത്. പിന്നെ അതിന് ശേഷം അവരെ കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു. മൂത്ത മകളെ ഷീ വാസ് ഡിസ്ചാർജ് ആൻഡ് ഷീ സ്റ്റേഡ് അലോങ് വിത്ത് മൈ ചിൽഡ്രൻ. ഷീ സ്റ്റേഡ് ഇൻ മൈ ഹോം. എൻ്റെ ഒരു കുട്ടിയെ പോലെ തന്നെ താമസിച്ചത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 30 days their food, everything was coordinated. ഈ community came together to support them, and absolutely nobody knew who they were, and still all together as a one family. ഇപ്പോൾ കോമ എന്നെ സംബന്ധിച്ചോളം ഒരു അസോസിയേഷൻ മാത്രമല്ല, ഒരു ഫാമിലിയാണ്, ഒരൊറ്റ കുടുംബം പോലെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചേരുന്ന ഒരു കുടുംബം പോലെയാണ് ഞാൻ കോമയെ കാണുന്നത്. അപ്പോൾ എന്നും ആ ഒരു ആംഗിളുണ്ട്. എത്ര വലുതായാലും കോമ ഷുഡ് റിമെയിൻ ദാറ്റ് ക്ലോസ് നെറ്റ് ഫാമിലി. ആ ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും വേണം. അങ്ങനെ ഒരു കൊടക്കീഴിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആ ലോഗോ കൊണ്ടുവന്നത്. ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യട്ടെ. അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പേ കോമ വുഡ് നോട്ട് ഹാവ് ബീൻ കോമ ഇഫ് നോട്ട് ഫോർ വൺ പേഴ്സൺ. ഓക്കെ, ഹീസ് നോട്ട് വിത്ത് അസ് എനിമോർ. ഉണ്ണിമാഷിനെ കുറിച്ച് പറയാതെ കോമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. സോ എൻ്റെ കമ്മിറ്റിയിൽ ഉണ്ണിമാഷായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി. സോ ഐ ഹാഡ് ദ ലക്ക് ഓഫ് വർക്കിംഗ് വിത്ത് ഹിം ടുഗദർ. ബട്ട് എവറിബഡി ഇൻ ദിസ് കമ്മ്യൂണിറ്റി നോസ് എവറി ഇവന്റ് he's the one who you can go to and he'll get things done. So I miss him terribly, but I was very grateful that I got to know him and work with him. താങ്ക് യു നിങ്ങളുടെ എല്ലാം പ്രൗഡ് മൊമെൻറ്റ്സ് ഷെയർ ചെയ്തതിനും. ഉണ്ണിമാഷിനെ ഓർക്കാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇവൻറ്റും പാസ് ചെയ്യില്ല. ഷിബു ആനയെ കൊണ്ടൊന്നുമില്ല, എന്നാലും ഷിബുവിന് സ്റ്റിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. സ്പെഷ്യൽ സെഷൻ പ്രൗഡ് മൂവ്മെൻറ്റ് നമ്മൾ ഇത് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ചാരിറ്റി ഇതായിട്ട് നമ്മുടെ മുതുകാൻ്റെ DACയിൽ സോ ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം നമ്മളൊരു പുള്ളിയെ കൊണ്ടുവന്നു ഇവിടെ. ആൻഡ് വി എൻഡ് അപ്പ് ഐ തിങ്ക് അറൗണ്ട് 50K നമ്മളത് കളക്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അന്ന്. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് തിങ്. നമ്മുടെ രാജീവ്, നമ്മുടെ ട്രസ്റ്റി, നമ്മുടെ ഇത് നോക്കുന്ന ഓഡിറ്റ് എല്ലാം നോക്കുന്ന പുള്ളി ആദ്യമായിട്ട് പറഞ്ഞാണ് I have to go through another 5 or 6 forms while doing the tax thingy for that year. So അത്ര ഇതുണ്ടായിരുന്നു. So that's the proud moment actually. ഉണ്ണിമാഷ് ആ ഇത് കഴിഞ്ഞിട്ട് കോമയിൽ ഒന്ന് മാറി നിന്നു. അജ്ജാതി വെറുപ്പിക്കലായിരുന്നു എന്ന് ഉണ്ണിമാഷ് പറഞ്ഞിട്ടുണ്ട്. സോ ഐ മീൻ ഉണ്ണിമാഷിനെ ആലോചിക്കാതെ കോമയുടെ ഇത് പറയാൻ തീർക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ്സ് പോയിന്റ്. അത് പറഞ്ഞു വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തമാശയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ണി ഇൻസിഡൻസ്, ചിലപ്പോൾ അന്ന് ഫണ്ണി ആയിരുന്നിരിക്കില്ല,
പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് വിത്തിൻ ദ കമ്മിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫണ്ണിയാണോ എന്നല്ല, ആ സമയത്ത് മനുഷ്യൻ ഞെട്ടിത്തെറിച്ചു പോയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഫുഡെല്ലാം റെഡിയാക്കി കൊണ്ടുവച്ച് ഫസ്റ്റ് പന്തി വിളമ്പാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് ഒരു കപ്പിൽ കുറച്ച് പായസം കൊണ്ടിട്ട് ഒന്ന് കുടിച്ചു നോക്കിയപ്പോൾ ഫുൾ ഉപ്പ് അതിൻ്റെ അകത്ത്, ഓണത്തിന് വിളമ്പാൻ വച്ചിരുന്ന പായസം. പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഡബിൾ ട്രിപ്പിൾ പഞ്ചസാരയൊക്കെ വാരിയിട്ടു. അത് സോൾവ് ചെയ്തു അങ്ങനെ, ആരും അറിഞ്ഞില്ല. ഷിബു വേറൊരു പരിപാടി ചെയ്തു. അന്ന് ഞാൻ ട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരു കാലത്ത് ഷിബുവിനെ ഞാൻ ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം എല്ലാവരെയും പുഴയെ കൊണ്ടുപോയി, ബോട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഐ എം ഗ്ലാഡ് ഐ വാസ് നോട്ട് എ ട്രസ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവരെങ്ങനെ ഇത് അനുവദിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് വിചാരിച്ച പോലെ പകുതി വഴിക്ക് എത്തിയപ്പോൾ ഒരു ബോട്ട് മറിഞ്ഞു. അത് സച്ചിൻ 3 തവണ മറിഞ്ഞു. സച്ചിന് ആദ്യത്തെ തവണ മറിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പിടിച്ച് അവിടെയാണ് ഞാനൊക്കെ ഉണ്ടായിരുന്നു. സച്ചിനെ പിടിച്ച് പിന്നെയും ബോട്ടിലൊക്കെ കയറ്റി അവിടെ നിന്ന് വിട്ടു. പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരുന്നു അടുത്ത മറിച്ചത്. ഇത് കഴിഞ്ഞിട്ട് സ്ഥലം വിട്ടു. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ സച്ചിനും വെള്ളത്തിൽ നിൽക്കാണ്, കൊച്ചിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട്. പിന്നെ വത്സൻ കൂടെ നിന്ന് ആണ് വത്സനെ രക്ഷപ്പെടുത്തുന്നത്. ആദ്യത്തെ ഇതിന് അത് കണ്ടതോടെ അതായിരുന്നു ഏറ്റവും ഒരു തമാശയും സീരിയസ് ആൻഡ് തമാശ. അതുപോലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഇനിയും ഷിബുവിന്റെ ഡാൻസ് നമ്മൾ മറക്കില്ല. ഇന്ന് നമ്മളെല്ലാവരും ചിരിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് അതുവഴിയൊക്കെ ഇങ്ങനെ വന്നങ്ങ് പോയി കാണും. അത് വളരെ ടെൻഷനുള്ളൊരു മൊമെൻ്റാണ്. പക്ഷെ അതെങ്ങനെ അവർ റിക്കവർ ചെയ്തു എന്നും കൂടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെ അത് എന്താ പറയുക തരണം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചറിൽ വരുന്ന ഇതേമാതിരി പ്രസിഡന്റ് റോളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരോട് എന്താണ് നമുക്ക് പറയാൻ? വത്സൻ ചേട്ടൻ എന്താ ഒരു അഡ്വൈസ് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഹെഡ്സ് അപ്പോ എന്താ കൊടുക്കാനുള്ളത്? പക്ഷെ അവരെ വിളിച്ചു കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞപ്പോൾ some of them became presidents the next year, some of them became vice president. They were very actively involved. ഈ ഓണം കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, we came for multiple Oma events, nobody is listening to us, nobody pays attention, I don't feel invited. No, you all are invited. You are all should feel welcome because it is your organization, not mine, not the president's organization. So get involved. It's not very difficult once you have a group, once you feel that you're part of the community, you will enjoy it. That's all about enjoying your heart. If you have that feeling, please, you can come. ഓക്കെ, ഒരു ചോദ്യം. നിങ്ങൾ കോമ പ്രസിഡന്റ് പൊസിഷനിലേക്ക് വരാനായിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് കേട്ടിട്ട് ഇനി പുതിയ ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ വരട്ടെ. ഞാൻ പറയാം, എനിക്ക് ഇൻസ്പിറേഷൻ വന്നത് ആക്ച്വലി ജേക്കബ് വെങ്കലായിരുന്നു. ജേക്കബ് വെങ്കൽ നിങ്ങൾ പുള്ളിയെ അറിയാമെങ്കിൽ നല്ലൊരു സ്പീച്ച് കൊടുക്കുന്ന ആളാണ്. ഈ ട്രോസ് മാസ്റ്റേഴ്സൊക്കെ ആക്ച്വലി തുടങ്ങിയ ആളാണ്. അപ്പം 2016-17 സമയം ആക്ച്വലി കോമ ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ആൾക്കാർക്ക്. അപ്പം ജേക്കബ് ഒരു പാഷനേറ്റ് സ്പീച്ച്
കൊടുത്തായിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് എവറിബഡി. ഇപ്പോൾ ജേക്കബും ആക്ച്വലി ഹരിയും എല്ലാവരും കൂടെ വന്നു ഇതിൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. സോ എഗെയിൻ ടു ബിൽഡ് ഓൺ വാട്ട് നമ്മുടെ വത്സൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ കോമ അസോസിയേഷൻ ഈസ് എ ഹോം അവേ ഫ്രം ഹോം. നമ്മൾ കേരളം വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന, വത്സൻ 98 വന്നു, ഞാൻ 97 ഇവിടെ വന്ന് ജൂൺ. അപ്പം ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ആ സമയം രാജൻ ചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ കോമ ഫോർമലായിട്ടില്ലായിരുന്നെങ്കിലും അങ്ങനത്തെ ഒരു കണക്ഷൻ നമ്മുടെ ബാക്ക് ടു കേരള, ആ ഒരു കണക്ഷൻ കിട്ടുന്നത് ബി പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ലൈക്ക് ദാറ്റ്. നിങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെന്ന് അതിൽ ഇൻവോൾവ് ആവുക, വോളണ്ടിയറായിട്ട് ഇൻവോൾവ് ആവുക, ലീഡർഷിപ്പ് പൊസിഷനിൽ നിങ്ങൾ മുന്നിലോട്ട് വന്നാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ ഇൻ ഗെറ്റിംഗ് കണക്ഷൻസ് നോട്ട് വിത്തിൻ ദ കമ്മ്യൂണിറ്റി, ഈവൻ ഔട്ട്സൈഡ്. അത് നമ്മുടെ ഫാമിലി, ഇപ്പം ഹരി പറഞ്ഞ പോലെ നമ്മളൊരു വലിയൊരു ഫാമിലിയാണ്. ഇറ്റ് ബിൽസ്, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുവാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ എല്ലാവരും കാണും. സോ അതൊരു വലിയ കാര്യമാണ്. സോ highly encourage all of you to consider being not just a member but also volunteering and also taking a leadership position. ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ വരും. ഒരു വർഷം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് തമാശ പറയാൻ പറ്റും. ഒരുപാട് വർഷം ഒരുപാട് പേരെ ഉന്തിയും തള്ളിയും പ്രസിഡൻ്റ് ആക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിൽ ഇയാളും കൂടി ഉണ്ട്. പക്ഷേ അതിൽ മാത്രമല്ല, പക്ഷെ ഒരിക്കൽ ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഡെലിവർ ചെയ്ത സമയത്ത് ദേ ഓൾ ഹാവ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി ദേ ഹാവ് പുഷ്ഡ് ദെംസെൽസ് ഫോർവേഡ് ഓൾസോ ആസ് പാർട്ട് ഓഫ് ഇറ്റ്. ഇതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഭാഗവും കൂടിയാണ്. ടേക്കിംഗ് ഓൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി brings out the leadership in you, and definitely use it for your own development along with while you're contributing to the community also. I think there's a benefit to either side. So don't be scared. കാരണം കോമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ there is a stable team that stands back and supports every single time. ഇപ്പോൾ അവരൊന്നും ഇവിടെ ഇരിക്കുന്നില്ല, പക്ഷെ അവരൊക്കെയാണ് ഇതിൻ്റെ. ഇപ്പോൾ ഗോപി ഇവിടെ ഇല്ല. Have you ever had any lunch for Onam where Gobi is not leading the lunch part? Thomas ഇവിടെ ഇല്ല. ഇവരെല്ലാം ഗോപി, തോമസ്, അജയ്, ഇവരെല്ലാം so Nish, there's so many people who I can just പറഞ്ഞിട്ടുണ്ടെങ്കിൽ then I will probably miss people. There is a strong team behind. I want people to be that, that be part of it. So don't be afraid to take on. You will have support. And just take on the leadership, show new creativity, new ways of doing things. And we need that. Fresh faces need to be there. Every. സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. We have a body of 5 people. We call ourselves trustees. So we are always there as support. So ഈ കമ്മ്യൂണിറ്റിക്കും കോമയ്ക്കും ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്കും there are people who have done this for many years who will provide guidance and support to you. So that shouldn't stop you from coming forward. ഈ മറ്റേ അജയൻ പറഞ്ഞ മാതിരി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 5 പേരെ മാത്രമല്ല, കുറേ കമ്മിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്യാൻ ആൾക്കാർ വേണം, വീഡിയോ ഫോട്ടോഗ്രാഫ് എടുക്കാൻ ആൾക്കാർ വേണം. പ്രമോദ് എത്ര വർഷമായിട്ട് വീഡിയോ ക്യാമറയും വെച്ച് നമ്മുടെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു. വിനയ്, നിഷ്, ഇവരൊക്കെയാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദർ ആർ പീപ്പിൾ ഹു ആർ ഹെൽപ്പിംഗ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഏരിയസിൽ വി നീഡ് ലോട്ട് ഓഫ് ഹെൽപ്പ്. ദി ഓർഗനൈസേഷൻ നീഡ്സ് എ ഹെൽപ്പ്. സോ ഡോണ്ട് തിങ്ക് ദറ്റ് യു കൻ ഓൺലി കോൺട്രിബ്യൂട്ട് ആസ് എ കമ്മിറ്റി മെമ്പർ, ബട്ട് ദർ ആർ സോ മെനി സ്മോൾ ഏരിയസ്. ഡെക്കോർ കമ്മിറ്റി, ഓണത്തിന് പൂക്കളിടാൻ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ഗെറ്റ് ടു നോ പീപ്പിൾ ആൻഡ് ഹാവ് ഫൺ. നമ്മൾ ഈ ഷോ നടത്തുന്നതിൻ്റെ പുറയിലിരിക്കുന്ന രാഹുലും ബ്രൈറ്റും അവരും ഇതിൽ വോളണ്ടിയർ ചെയ്യുന്നതാണ്, റൈറ്റ്? അപ്പം ഇതുപോലെ പരിപാടികൾ നിങ്ങൾക്കും നിന്ന് മുന്നിലല്ലെങ്കിലും പുറയിൽ നിന്ന് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി, എൻ്റെ വൈഫ് അനുജ, എൻ്റെ കുട്ടികൾ ആര്യാഞ്ജലി, ദേ വർ ഓൾസോ ഹെവിലി ഇൻവോൾവ് ഇൻ ദീസ് ഫങ്ഷൻസ്. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിക്കും കൂടെ ഇങ്ങനത്തെ ഒരു പരിപാടികൾ ഇൻവോൾവ് ആകാം. അവർക്കും മറ്റുള്ള ഫാമിലികളായിട്ട് മിങ്കിൾ ചെയ്യുന്ന അതും വലിയൊരു കാര്യമാണ്. പിന്നെ ഈച്ച് കമ്മിറ്റി നിങ്ങളും യു ക്യാൻ ബ്രിങ് ഫ്രഷ് ഐഡിയാസ്, റൈറ്റ്? അപ്പം ഇതിൽ ഞങ്ങൾ ആദ്യമായിട്ട് കഥകളി കോമയിൽ ഇവിടെ തിരുവനന്തപുരം അല്ല, കൊളംബസിൽ കൊണ്ടുവന്നു.
അതുപോലെ ബാലെ ആദ്യമായിട്ട് ബാലെ കൊണ്ടുവന്നു. അതുപോലെ പല പരിപാടികളും നിങ്ങൾക്ക് ഐഡിയാസ് കാണും, നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല. ബ്രിങ് ന്യൂ ഐഡിയാസ് ഫോർവേഡ്. അപ്പോൾ അങ്ങനെ ഇൻവോൾവ് ആവുകയാണെങ്കിൽ യു ക്യാൻ ബ്രിങ് ന്യൂ ഐഡിയാസ്. കോമ വളണ്ടിയേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്, ഈ കോമ എന്നത് ഒരു ഫ്യൂ ആൾക്കാരുടെ മാത്രം ഓർഗനൈസേഷനല്ല. ഇത് കൊളംബസിലെ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അവകാശപ്പെടാവുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത് പറയാൻ കാരണം, കഴിഞ്ഞ കോമയ്ക്ക് ഒരാളെന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ വരാത്തത്. അങ്ങനെ കോമ കുറേ പേര് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അവരോട് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ വരാൻ പറ്റുന്നത്. അയാളുടെ മറുപടി, ഈ $50 കോൺഫറൻസ് മെമ്പർഷിപ്പ്, $50 ഫുഡിന് ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്ന ഒരു ശാപ്പാട്. അതിന് ഈ $100 കൊടുത്തിട്ട് ഒരു ശാപ്പാടിനെ കാട്ടും ഏതെങ്കിലും ഒരു വലിയൊരു ഫസ്റ്റ് ക്ലാസ് റെസ്റ്റോറൻറ്റ് പോയി 3 മാർട്ടിനി ലഞ്ച് കിട്ടും. പിന്നെന്തിനാണ് അങ്ങോട്ട് വരുന്നത്? അതൊരു എനിക്ക് ശരിയായി തോന്നിയത്. ആലോചിച്ച് നോക്കുമ്പോൾ ഒരു 4 ആളുള്ള ഒരു കുടുംബത്തിന് $200 വരും. അപ്പോൾ എനിക്കത് തോന്നി, അത് കോമയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തെറ്റാണത്. ഈ അവർ വാങ്ങുന്ന $100 അല്ലെങ്കിൽ $50 എങ്ങനെ ചിലവാക്കുന്നു എന്ന പൊതുവായിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാൽ കോമ ഒരു കോമൺ ഓർഗനൈസേഷനാണ്, അതുകൊണ്ട് അതിൻ്റെ ബാലൻസ് ഷീറ്റ് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കണം. അത് ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ $100 അല്ലെങ്കിൽ $50 കൊടുക്കുന്ന അവർ വിചാരിക്കുന്നത് ഫുഡിന് മാത്രമാണെന്ന്. അതിന് ഹാളിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഡെക്കറേഷന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ക്ലീനേഴ്സ് കൊടുക്കുന്നതോ മറ്റ് ചിലവൊന്നും അവർ അറിയുന്നില്ല. പലരും വിചാരിക്കുന്നത് കോമ ഇത് ഹാള് ഫ്രീ ആണെന്ന്. ഹാള് ഫ്രീ അല്ല എന്ന് ഒരാൾക്കും അറിയില്ല, അത് പലർക്കും അറിയില്ല. അതൊന്നും പബ്ലിക്കായിട്ട് ഒന്ന് അവരെ മനസ്സിലാക്കേണ്ടത് വളരെ ഒരു ഇതാണ്. കോമയുടെ ഒരു കോമൺ ചാറ്റ് ഫോമുണ്ട്, അതിൽ ചെയ്താൽ മതി. അത് എക്സാക്റ്റായിട്ട് എമൗണ്ട് വേണമെന്നില്ല. ഫുഡിന് ഇത്ര അല്ലെങ്കിൽ ഡെക്കറേഷൻ ഇത്ര അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ലൈറ്റിങ്, അതിന് എന്താണെന്ന് അവരെ ഒന്ന് അറിയിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അത് ഈ കോമ ഭാരവാഹികളുടെ ഒരു ഷോർട്ടേജ് തന്നെയാണ്. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, കോമ ഈ ഏതാനും വ്യക്തികളുടെ മാത്രം ഓർഗനൈസേഷനല്ല, ഇത് കോമസ് മലയാളികളുടെ ഓർഗനൈസേഷൻ. കോമയുടെ സക്സസ് അവരുടെ സക്സസ്സാണ്, അല്ലെങ്കിൽ കോമയുടെ ലോസ് അവരുടെ ലോസാണ്, അവരുടെ ഫെയിലിയർ അവരുടെ ലോസാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഏർലി 60s പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്ന് ഞങ്ങൾ ഒരു വലിയൊരു റാലി ഉണ്ടായിരുന്നു പാലക്കാട്. അന്ന് ഞങ്ങളൊക്കെ പോയിരുന്നു. അന്ന് വലിയ റാലിയായിരുന്നു. അന്ന് ഞങ്ങളന്ന് പോയപ്പോൾ എല്ലാവരും വളരെയധികം ആൾക്കാർ പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട്. അവർ ഭാരത് മാതാ കി ജയ്, ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ പണ്ഡിറ്റ് നെഹ്റു സ്പീക്ക് കൊടുത്തപ്പോൾ ഒരു 10-30 സെക്കൻഡ് മിണ്ടാതെ നിന്നതിന് ശേഷം ചോദിച്ചു, ഹൂ ഈസ് ഭാരത് മാതാ, അല്ലെങ്കിൽ ഹൗ ഡസ് ഷീ ലുക്ക്, വാട്ട് ഡസ് ഷീ ഡസ്, ഹൂ ഈസ് ഭാരത് മാതാ ഓഡിയൻസിനോട് ചോദിച്ചു. കുറേ കഴിഞ്ഞിട്ട് ആരും അങ്ങനെ മറുപടി പറഞ്ഞു. എന്നിട്ട് അപ്പം പറഞ്ഞു, ഭാരത് മാതാ ഈസ് നോട്ട് ദി ബിൽഡിംഗ്, ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രീറ്റ് ഓർ ഇറ്റ് ഈസ് നോട്ട് ദി ബ്രിഡ്ജസ്, ഇറ്റ് ഈസ് യു. Each and every one of you is a Bharat Mata. The success of the Bharat Mata depends on you. So if it is a failure, it is you are the failure. So when you say that Bharat Mata, you represent the Bharat Mata, and every one of you, a part of the you is a Bharat Mata. അതെനിക്ക് വളരെയധികം ഇമ്പ്രസ് ചെയ്തു തോന്നി. അതുപോലെ തന്നെയാണ് കോമയ്ക്കും എനിക്ക് തോന്നുന്നത്. കോമ പറയുന്നത് കുറച്ച് വ്യക്തികളുടെ മാത്രം ഒരു ഓർഗനൈസേഷനല്ല. Each and every one of you is a part of Koma. Success of Koma is your success and failure of Koma is your failure. അതൊന്ന് മനസ്സിലാക്കി അത് കുറേ കൂടി ഈ കോമ എക്സിക്യൂട്ടീവ് കമ്മിറ്റിനെ കുറേ കൂടി പറയാമായിരുന്നു. അത് സ്റ്റേജിൽ പറഞ്ഞാൽ കുറേ കൂടി ആൾക്കാരും. കഴിഞ്ഞ ഓണത്തിൻ്റെ അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് പുതിയ മലയാളിയാണ്, ആരും അവരെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അവരൊരു കോർണറിൽ ഇരിക്കുകയായിരുന്നു. ഞാനപ്പോൾ പോയിട്ട് പരിചയപ്പെട്ട് ചോദിച്ചു, എന്താ നിങ്ങളെങ്ങനെ ഇരിക്കണമെന്ന്. അവർ ഇവിടുന്ന് സെൻറ്റ് ലൂയിസിൽ നിന്ന് ഇവിടുന്ന് മൂവ് ചെയ്തതാണ്. അപ്പോൾ അവർ
വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ പോയി പറഞ്ഞു, ഇനി അടുത്ത അറ്റ്ലീസ്റ്റ് പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ അവർക്ക് സ്റ്റേജിൽ അവരൊന്ന് ഫോർമലായിട്ട് ഇൻവൈറ്റ് ചെയ്യണം, എന്നിട്ട് അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത്ര ഐസൊലേഷൻ വരില്ല, അവർക്ക് വരാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. വന്നാൽ അവരെ ദേ ആർ വാണ്ടഡ്, ദേ ആർ വെൽക്കംഡ് മെമ്പേഴ്സ്. അതിന് കുറേ എന്താ പറയുക, മെമ്പേഴ്സ് ഓഫീസ് ബെയറേഴ്സിൻ്റെയും കൂടി കുറേ കൂടി കുഴപ്പമാണത്. അത് ചെയ്യണം. പ്രത്യേകിച്ച് അവരുടെ കോമഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എല്ലാവരും കോമഡ പാർട്ടാണ്, അവരെ ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യേണ്ടത് കൂടി കോമഡ ഒരു ഇതാണത്, ആവശ്യമാണത്. അതെ, തീർച്ചയായിട്ടും ഒരു വാലിഡ് പോയിൻ്റാണ് പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടി വെൽക്കമിങ് ആയിട്ട് എല്ലാവരും മോർ ആൻഡ് മോർ പീപ്പിൾ അപ്പോൾ കുറച്ചും കൂടി വെൽക്കമിങ് ആവണം, ഓപ്പൺ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഉണ്ണി അങ്കിൾ പറഞ്ഞത്. അതുപോലെ കുറച്ചും കൂടി ട്രാൻസ്പെറൻസി വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്ന ഈ പദവി ഏറ്റെടുക്കുന്നവർക്ക് നോട്ട് ചെയ്യാവുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. എന്തായാലും ഈ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിരിക്കുക. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി പ്രസിഡൻസി ഏറ്റെടുക്കാൻ ഇതിൽ ആർക്കൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ പല ആൾക്കാർ 1 or 2 പ്രാവശ്യം ഇവിടുത്തെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ എല്ലാം ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 2 to 4 years people have done their jobs, or even more than that. I think we have so many youngsters who are coming forward, and we should give them the opportunity to show their talents. So I think it should be to the next generation. We have all ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്, and new ideas comes with youngsters. So I think we should give them the opportunity unless somebody else feels something else. The way I think about it is, നമ്മൾ ഒരു അസോസിയേഷൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ബ്രിങ്ങിങ് എ ചൈൽഡ്. സോ നമ്മളൊക്കെ ഇതിൻ്റെ ഏർലി ഫോർമേഷൻ സ്റ്റേജിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ അസോസിയേഷൻ എന്താണെന്നും അതിൻ്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാലത്ത് വർക്ക് ചെയ്തിരുന്നവരാണ് നമ്മൾ കുറച്ച് പേര്. വി ഡോണ്ട് അപ്ലൈ ദ സെയിം തിങ്. ദിസ് ഇസ് എ ഗ്രോൺ അപ്പ് അസോസിയേഷൻ. അപ്പോൾ ഇത് ഒരു അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. We don't want to apply the same mindset and thought process to it. It has taken the same foundation, the same values need to persist, but it needs to take, this is the time for us to let go and let it take wings. And we'll be behind to support. നമ്മൾ വലിയ കുട്ടികളോട് നമ്മൾ അതുപോലെ ചെയ്യാം. So like my kids are grown up, and what they know is whenever they need, I'm there. But I don't want to be telling them at every step what you should do, how to do, because they can think better than I can think. ഈ അസോസിയേഷൻ അതുപോലെ തന്നെയാണ്. But there are some core principles and values. അതിനകത്ത് വല്ലതും മാറുന്ന സമയത്ത് we would like to get a voice within that. നമ്മൾ പറയുന്നത് ഒരു കലാ സാംസ്കാരിക സാമൂഹിക സംഘടനയാണ്. അതായത് കലയും വേണം, സാംസ്കാരികതയും വേണം, സാമൂഹികതയും വേണം. വെറുതെ കുട്ടികൾ മാത്രം സ്റ്റേജിൽ കയറ്റാനുള്ള ഒരു അസോസിയേഷൻ ആവരുത്. നമ്മൾ കുട്ടികളെ സ്റ്റേജിൽ കയറണം, കുറച്ച് വീഡിയോ കാണിക്കണം, അതും ആരുടെ ഉദ്ദേശം. ഇത് അതിലും എത്രയോ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു അസോസിയേഷനാണ്. നമ്മൾ ആ ഒരു ബ്രോഡ് മൈൻഡോടെ അതിനെ കാണുന്നത് പറയും. couldn't agree more with ഇവർ രണ്ടുപേരും പറഞ്ഞത്. വി ബ്രോട്ട് അവർ ഐഡിയാസ്, പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പോൾ യു വിൽ ബ്രിങ് യുവർ ഓൺ ഐഡിയാസ്. ഇപ്പം ടിക്ടോക്ക് വെച്ച് നിങ്ങൾ ഇപ്പോഴത്തെ ഈസി ഒരുപാട് വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി എക്സൈറ്റിംഗ് അത് കാണുമ്പോൾ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോൾ ഇഫ് യു ഹാവ് ടു റീച്ച് ഔട്ട് ടു ദം, വി ഹാവ് ടു യൂസ് മീഡിയ ദാറ്റ് ദേ വിൽ കണക്ട് വിത്ത്. അപ്പോൾ അങ്ങനത്തെ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന പുതിയ ജനറേഷൻ, യങ് ജനറേഷൻ ആൾക്കാർ വരിക. പ്രദീപും ഹരിയും പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഉണ്ട്. വി ആർ ഓൾ ബിഹൈൻഡ് യു. യു ആർ നോട്ട് എലോൺ. അപ്പം വി ആർ ദെയർ ടു സപ്പോർട്ട് യു. കീപ് ദ വാല്യൂസ് ആൻഡ് ദെൻ ബ്രിങ് ന്യൂ ഐഡിയാസ്. ഇവരുടെ അത്ര പ്രായം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇനി ആവാൻ ഓക്കെയാണ് കേട്ടോ. അല്ല, ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം മസ്റ്റായിട്ടും, ഇല്ലെങ്കിൽ ഇതിന് പറയാൻ നടക്കാനൊന്നും പറ്റത്തില്ല. ആസ് ലോങ് ആസ് ദാറ്റ് ഈസ് ദെയർ, ഐ മീൻ ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് നമുക്ക്. ഈസ് ദെയർ എനി സ്പെഷ്യൽ ഇവൻറ്റ് ഓർ ഐഡിയ യു വിഷ് യു കുഡ് ഹാവ് ബ്രോട്ട് ടു കോമ ഡ്യൂറിങ് യുവർ പ്രസിഡൻസി ബട്ട് ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ് ടു? ഷിബുവിനുണ്ട്. ആനയെ കൊണ്ടുവരുന്നതായിരിക്കും ഉടനെ. Pradeep, didn't you do that sadhya? That it is called a sadhya. I want Pradeep to talk about that. That was a great event.
നിങ്ങൾ കുക്കിംഗ് ക്ലാസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ 2008 എനിക്ക് കുക്കിംഗ് ഇസ് മൈ പാഷൻ. ഐ തറലി എൻജോയ് ഇറ്റ്. അപ്പോൾ ഞാൻ വെച്ച് ഫുഡ് ബേസ്ഡ് ആയിട്ട് ഒരു ഇവൻറ്റ് നടത്തണം. മറ്റേതൊക്കെ ഓണം ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഫുഡ് ഇസ് ദെയർ, ബട്ട് ഐ വാണ്ടഡ് എ കംപ്ലീറ്റ്ലി ഫുഡ് ഫോക്കസ്ഡ് ഇവൻറ്റ്. അപ്പോൾ അതിൻ്റെ പേര് സദ്യ എന്നിട്ടു. കാരണം അതൊരു കോമൺ പേരായ കാരണം അത് ചെയ്തത് മെയിലാണ് മദേഴ്സ് ഡേയുടെ അന്ന്. അപ്പോൾ 3 കൗണ്ടേഴ്സായിട്ട് വെച്ച് ട്രാവൻകൂർ, മലബാർ, കൊച്ചി എന്ന കൗണ്ടേഴ്സ് വെച്ചിട്ട് ആദ്യമായിട്ട് പ്രീ സെയിൽസ് ടിക്കറ്റ്. അപ്പോൾ എത്രയോ $20 കണ്ടോ ചാർജ് ചെയ്തു. അല്ല കുറേ പൈസ ചാരിറ്റിക്ക് കൊടുത്തു. എല്ലാ വോളണ്ടിയേഴ്സും വന്നിട്ട് വി ഹാഡ് about 40 different items on the menu and pre-ticketed, and I think it was the first event where we had almost 50% non-Indians show up. Not even non-Malayalis, non-Indians. Because ഞാൻ കുക്കിംഗ് ക്ലാസ്സസ് ചെയ്യുമ്പോൾ അതിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ആദ്യമേ ടിക്കറ്റ് മേടിച്ചു. പിന്നെ അടിപിടിയായി ഞങ്ങൾക്ക് ടിക്കറ്റ് ആദ്യം 100 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പ്രീ ടിക്കറ്റ്. ഇറ്റ് വാസ് എ ഫെൻറ്റാസ്റ്റിക് ഇവൻറ്റ്. ഓൾദോ I said it was my idea. It was executed by a whole bunch of people. I know Manju, people, you were making appams and it was fantastic, and I think we should do that. അതിനുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ I am ready to do it. അതൊരു ഗ്രേറ്റ് സജഷൻ ആണ്. മേ ബി അപ്കമിങ് ആരൊക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചെയ്യാം. എനിക്ക് ഒരു പെറ്റ് പീവ് ഉണ്ട്. അതായത് നമ്മൾ എല്ലാം ചെയ്യാറുണ്ട്, പക്ഷേ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് കോമ കാര്യമായിട്ടൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിതുവരെ ക്ലാസ് തുടങ്ങി ഒരിക്കൽ നമ്മൾ മധുസൂദനൻ നായരെ കൊണ്ടുവന്നു. ആ ഒരു പ്രോഗ്രാം മാത്രമേ നമ്മൾ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ തമിഴ് അസോസിയേഷനെ കമ്പയർ ചെയ്യാണ്. ഇപ്പോൾ ശിവ 2 അസോസിയേഷനിലുള്ളതാണ് ശിവരാമസ്വാമി. ഒരുപാട് കാര്യങ്ങൾ അവർ തിരുക്കുറൾ ചാൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസൈറ്റ് ചെയ്യുന്നു. അങ്ങനെ പറയാം, തമിഴ് ഭാഷയ്ക്ക് അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ മലയാള ഭാഷയ്ക്ക് അത്രയും പ്രൊമോഷനായിട്ടുള്ള ഒരു ഇവൻ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഐ വുഡ് ലൈക്ക് ടു സീ സംതിങ് ഇൻ ദാറ്റ് ലെവൽ. ഒരു കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അത് ചെയ്യാൻ പറ്റാഞ്ഞത്, ഈ കുട്ടികൾക്ക് വേണ്ടി യൂത്ത് വിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പരിപാടി ചെയ്തായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് ഡേ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. November 14th അനുബന്ധിച്ച് വിച്ച് വാസ് നമ്മുടെ ടീനേജേഴ്സ് പലരും, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുന്നൊരു സ്റ്റേറ്റ് ആയിരിക്കും പലരും. അപ്പോൾ അവർക്ക് ഒരു മാർഗം, ഒരു ഡയറക്ഷൻ കൊടുക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പ്രൊഫഷണൽ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ, ലോയേഴ്സ്, അല്ലെങ്കിൽ ഏത് ബിസിനസ് ആൾക്കാരാണെങ്കിലും അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് അവരെങ്ങനെ ആ പൊസിഷനിലെത്തി ഡിഫറെൻറ്റ് പാത്സ് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കേൾക്കാനുള്ള ആ ഒരു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മേ ബി in future, maybe that's something we could do. സോ നമ്മുടെ ഈ കോമ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി ഇന്നീ കാണുന്ന ഒരു അസോസിയേഷനായിട്ട് വളർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു. സോ ഇനി വരുന്ന പുതിയ ഈ കമ്മിറ്റി ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ അഭിപ്രായങ്ങളും ആശംസകളും എല്ലാം ഒരു വലിയ പ്രചോദനമാവട്ടെ. അതുപോലെ ഇനിയും ഈ നമ്മുടെ ഈ പ്രസിഡൻസിൻ്റെയൊക്കെ സപ്പോർട്ടും അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇനി അങ്ങോട്ടും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഷോ ഏകദേശം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്ന രാഹുൽ, ബ്രൈറ്റ്, ഇതിൻ്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഹെൽപ്പ് ചെയ്ത അമലു, പിന്നെ ഈ വീട് നമുക്ക് വേണ്ടി ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വിനയ്, ദീപ, അവരുടെ വീട്ടിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ സ്റ്റീഫൻ, ഇവിടെ നമ്മുടെ പ്രസിഡൻറ്റ് സ്റ്റീഫനും EC കമ്മിറ്റിക്കും എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് പറയുന്നു. അപ്പോൾ അടുത്ത ഒരു നമ്മുടെ കോമ ടോക്ക് ഷോ മോസ്റ്റ്ലി നമ്മുടെ ലാസ്റ്റ് കോമ ടോക്സ് ഈ ഇയറിലെ ആയിരിക്കും. അത് മോസ്റ്റ്ലി നവംബറിൽ ഒരു പാട്ട് പരിപാടിയിലൂടെ നമ്മളിത് കലാശക്കൊട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കോമ ടോക്ക് ഷോയ്ക്ക് 2025. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൽ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് പ്രോഗ്രാം. അപ്പം എല്ലാവരെയും അടുത്ത പ്രോഗ്രാമിന് കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. Big hand to the whole